സന്തോഷത്തോടെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഇവിടെ വീഴുമ്പോഴെല്ലാം കർത്താവ് വന്നതിനേക്കാൾ വളരെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഇവിടെ വെച്ച് പെട്ടെന്ന് സ്പർശിക്കാറുണ്ട്. ദൈവം ഇന്ന് രാവിലെ നമ്മളോട് സംസാരിക്കും. കർത്താവിൻ്റെ ആഴത്തിലുള്ള സ്പർശനങ്ങൾ നമുക്കുണ്ടാകും. ഞാൻ ഈ അടുത്തിടയിലൊന്നും പോകാത്ത ഒത്തിരി ചിന്തകളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയി. അത് നിങ്ങളുമായി പങ്കുവച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഈ മീറ്റിങ്ങിനെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു വാക്ക്, ഈ ദിവസങ്ങളിൽ ജനറേഷണൽ ബ്ലെസ്സിങ്ങിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുപോകുന്നു. ഈ തലമുറകളിലേക്കും നീണ്ടു നിൽക്കുന്ന, ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത ബ്ലെസ്സിങ്ങിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നു ഓർപ്പിച്ചു. ഞാനത് വളരെ വ്യക്തമായ ആ വാക്ക് കേട്ടു. തലമുറകളിലേക്ക് അനുഗ്രഹം. ദൈവം എന്തോ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് കർത്താവ് ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം അയക്കും. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുക. കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു 4-5 ദൈവശബ്ദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു. അത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ഇന്ന് രാവിലെ ആ ചിന്തയൊന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുവാൻ നിങ്ങളെല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. പ്രിയ ബിനോയ് പാസ്റ്റർ ഒരു 100 പ്രാവശ്യമെങ്കിലും ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം പ്രസംഗിച്ച് കാണും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. എല്ലാവർക്കും ഒന്ന് ധ്യാനിക്കാമെങ്കിൽ ചൂണ്ട അനുഗ്രഹമായിരിക്കും. 21:1 തൊട്ടുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. ഓക്കെ, നമുക്ക് 22 തൊട്ടൊന്ന് വായിക്കാം. 22-ാം അധ്യായം തൊട്ട് വായിക്കാം. അത് നിങ്ങളെല്ലാവരും ഒന്ന് ധ്യാനിച്ചാൽ ചൂടെ നന്നായിരിക്കും. 21 അല്ല 22, പിന്നെ പറയും. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ തന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകു കീറിയെടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം
ഒരു യാഗപീഠം പണിതു വിറക് അടുക്കി തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തി എടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തന്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. രാമൻ പറഞ്ഞാട്ട് ഈ ഭാഗങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഈ ദൂതിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ ഭാഗത്ത് നിന്ന്. പ്രിയ പാസ്റ്ററിന് നന്ദി അറിയിക്കുന്നു. പ്രിയ ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് അയക്കുന്നിടത്തെല്ലാം ഒരു ദൂത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂത് ഇങ്ങനെ പൊക്കിത്തരും. ആ ദൂതിനെ പിടിച്ചുകൊണ്ടായിരിക്കും ആ സന്ദേശങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ പ്രത്യക്ഷമായി ഒന്നും കാണത്തില്ലെങ്കിലും എന്തോ ഒരു മാറ്റങ്ങളൊക്കെ ആ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പിട്ട് അവിടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ദൂത് കേൾക്കുമ്പോൾ ഇന്നലെ ഞാൻ വളരെ ശക്തമായ വാക്ക് കേട്ടു. തലമുറകളിലേക്ക് അനുഗ്രഹമൊന്നും ജനറേഷണൽ ബ്ലെസ്സിങ് എന്നൊക്കെ ഇങ്ങനെ വളരെ വ്യക്തമായി കേട്ടുകൊണ്ടിരുന്നു. എന്തോ അതിൻ്റെ ഒരു സമയമായി. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി രാമൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ടൈമായി. അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് രാത്രിയിലും കൂടെ പ്രസംഗിച്ചാൽ തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഇന്ന് പകൽ കൊണ്ട് ദൈവം നിർത്താൻ പറയുകയാണെങ്കിൽ നിർത്തും, അല്ലെങ്കിൽ അത് ദൈവത്തിനെ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. ഈ അബ്രഹാം പരീക്ഷിക്കപ്പെട്ട കാര്യമാണ് നിങ്ങളിപ്പോൾ ഇവിടെ വായിച്ചത്. ഒന്ന് കൈയൊന്ന് ഉയർത്തി ഒരു മിനിറ്റ് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് സ്തോത്രം ചെയ്താൽ ഒരു മിനിറ്റ് നിർത്താവുന്ന സ്തോത്രം ചെയ്ത് റാസ്മാന സെഹേതേരി പ്രഭേതേരിയ ഷാല സിഹേരിയ സാന്തര പ്രവാദന കൈകൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്ത് ലബഹ സറ്ററബ റീഖമ സെഖേതേരിയ സഞ്ചേരിയ പ്രവാദന ലാറോസ് മേതേരിയ സഞ്ചരെ ബേഹേതേരിയ സതരബ. കർത്താവേ, ഈ വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വരണമേ. അമ്മേ, നീ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ ക്ലെൻസ് ചെയ്യണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താനാസംഭവമേ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അകത്തൊരു ശുദ്ധീകരണം നടക്കട്ടെ, അകത്ത് വലിയ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. അമ്മേൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമം തന്നെ. ആമേൻ. ഒരു തുറന്ന ദൈവസാന്നിധ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ആ ദൂതിലേക്ക് പോവുകയാണ്. അബ്രഹാം പരീക്ഷിക്കപ്പെട്ട കാര്യമാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. ഇത് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൺഡേ സ്കൂൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ഒന്ന് പറഞ്ഞ് സഹായിക്കുമോ? തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കി. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടാൻ വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്. എനിക്ക് അനുഗ്രഹിക്കപ്പെടേണ്ട എന്നൊക്കെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഓക്കെ, അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. അത് എല്ലാ വിധത്തിലും, ഭൗതികമായാലും ആത്മീയമാണെങ്കിലും ദൈവത്താൽ കിട്ടുന്ന അനുഗ്രഹം നമ്മൾ കളയരുത്. ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്ന അനുഗ്രഹങ്ങൾ ഒരു ഊണിന് വേണ്ടി നമ്മൾ നമ്മുടെ അവകാശത്തെ തള്ളിക്കളയരുത്. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ആ ദൂതിൽ നിന്ന് മാറാതെ തന്നെ അവിടെ തന്നെ നിന്നാലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടു. അവിടെ ഈ പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്ക്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് പറയുന്ന വാക്കുണ്ട് ഇവിടെ. പക്ഷേ എങ്കിലും അത് ഇച്ചും കൂടെ അത് വ്യക്തമായി പറയുവാണെങ്കിൽ അവൻ നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവം അല്ല. എനിക്ക് തോന്നുന്നു ഞാനത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആ വാക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ അബ്രഹാമിന് പരീക്ഷിക്കപ്പെട്ടു എന്നതിനേക്കാൾ നല്ലത് ദൈവം അവനെ പരിശോധിച്ചെന്ന് പറയുന്നതാണ് നല്ലത്. ഒരാമയും പറഞ്ഞാട്ടെ. യോബിനെ ദൈവം
പരീക്ഷിച്ചതല്ല, പരിശോധിച്ചത്. ദൈവത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് പരാജയത്തിനല്ല, അതൊരു ക്ലാസ്സും കൂടെ ദൈവം മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയാണ്. ദൈവത്താൽ പരിശോധിക്കപ്പെട്ടവരും ആ പരീക്ഷകളെ പാസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ചാട്ടെ. 1-ാം ക്ലാസ് കഴിഞ്ഞ് ഇന്നിപ്പം വെക്കേഷനൊക്കെ അല്ലേ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കും. അതൊരിക്കലും പരാജയമല്ല, അത് നിങ്ങളുടെ അടുത്ത നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന മാർഗങ്ങളും വഴികളുമാണ്. ഓക്കെ, അബ്രഹാമിനെ ദൈവം പരിശോധിച്ചു അല്ലെങ്കിൽ പരീക്ഷിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ദൈവം അയക്കുന്ന പരിശോധനകൾ ഏകദേശം എല്ലാം നന്മയ്ക്കായിട്ടായിരിക്കും, അവസാനത് നന്മയ്ക്കായിരിക്കും. പക്ഷെ അത് എങ്ങനെയാണെന്നൊന്നും പിടികിട്ടത്തില്ല. അതിൻ്റെ റൂട്ടൊക്കെ കണ്ടാൽ മൊത്തവും നമ്മൾ മോശമായിരിക്കും. ആ റൂട്ട് കണ്ടിട്ട് ആളുകൾ വേണമെങ്കിൽ കമൻ്റ് അടിക്കും. ചിലപ്പോൾ ആ റൂട്ട് കണ്ട് ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ആ പോകുന്ന റൂട്ട് കണ്ട് ശ്വാസം മുട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സഭ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഇച്ചിരി കൂടെ പിടിച്ച് നിൽക്കുക. ഒരു പാട്ടുണ്ട്, ആദ്യം കയ്പാണെങ്കിലും അവസാനം അത് മധുരമാകും. കൈയൊന്ന് ഉയർത്തി പറഞ്ഞ് മധുരമാകും. ഒന്ന് കൈയൊന്ന് ഉയർത്തി പറഞ്ഞ്. ഇന്ന് പുതിയതായിട്ടൊക്കെ വന്നിരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, മധുരമാകും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മധുരമാകും. ആമേൻ. ഞാൻ ചിലരോട് ചർച്ച വരുന്നിടത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു 6 മാസം എനിക്ക് തരാമോ? ഈ ചിലർ 1-2 ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് പോവും. ദൈവത്തിനൊരു 6 മാസം കൊടുക്കുക. ചിലത് ദൈവം നമ്മളെ പഠിപ്പിച്ചും ക്രിയ ചെയ്തും ഉത്സാഹിപ്പിച്ചും ഉറപ്പിച്ചും പ്രബോധിപ്പിച്ചും ദൈവം നമ്മളെ കൊണ്ടുപോകും. ഇനി ഈ ബിൽഡിങ് നമുക്ക് ചിലപ്പോൾ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് പണിയാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു വാർപ്പ്, ഇതിൻ്റെ കോൺക്രീറ്റ് റൂഫ് ചെയ്യണമെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും ഈ തട്ടിളക്കാതെ ഇട്ടേക്കണം. രാമൻ പറഞ്ഞാട്ടെ. ബാക്കിയുള്ള പണിയെല്ലാം വേഗത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ആ റൂഫ് വർക്ക് നടക്കുമ്പോൾ അത് 10 ദിവസം കൊടുക്കണം, കുറഞ്ഞതൊരു 10 ദിവസം കൊടുക്കണം. അത് എത്രയും കൊടുക്കുന്നോ അത്രയും അതിന് ഉറപ്പുണ്ടാകും. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ട്. എന്തോ ഞാൻ പരിശുദ്ധാത്മ അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു തോന്നൽ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം ഒരാളെ പരിശോധിക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടത്തി വിട്ടാൽ അവനറിയാം ആ മേഖലയിൽ ജയിക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്കേ ദൈവം അത് കൊടുക്കത്തുള്ളൂ. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങളത് ആമയും പറഞ്ഞില്ലേലും നിങ്ങൾക്ക് ചിലതിനെ ജയിക്കാനുള്ള ആംബിയറും കപ്പാസിറ്റിയൊക്കെ നിങ്ങൾക്കുണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം നിങ്ങൾ പറഞ്ഞ ആ വിഷയത്തിനകത്ത് ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നെങ്കിലും ആ വർഷം അവസാനമായപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അതിനെ ജയിച്ചത്. ഇന്ന് ചിലപ്പോൾ അത് ഓർമ്മ കാണത്തില്ല, മറന്നുപോയി കാണും. പക്ഷെ അന്ന് പാസ്റ്ററിനോട് ചോദിക്കണം, എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നെന്ന്, എത്ര പ്രാവശ്യം പുറകെ നിന്ന് പാസ്റ്ററിൻ്റെ അടുത്ത് വയ്ക്കണം. അപ്പോൾ അന്ന് മനസ്സിലായില്ലെങ്കിൽ അവസാനം അത് മധുരമായി മാറി. അപ്പോൾ ദൈവത്തിന് കുറച്ച് ടൈം കൊടുക്കുക. ഓക്കെ, ഞാൻ അതൂതിലേക്ക് വരികയാണ്. അബ്രഹാമിനെ ദൈവം പരിശോധിച്ചു അല്ലെങ്കിൽ പരീക്ഷിച്ചു. അവിടെ പരീക്ഷിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ കൊടുത്തു. അതിനെ യാഗമാക്കണമെന്ന് പറഞ്ഞു. ഇനി ഇതൊരു ചർച്ചും കൂടെ ആയതുകൊണ്ട് ആ നിലവാരത്തിൽ 1-2 കാര്യങ്ങളുടെ ഞാൻ പറയാം. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഈ ദൂത് ഭയങ്കര ഇന്ന് പകൽക്കാലം ഒരു വലിയ മുന്നേറ്റമായി മാറും. ഒരാമയും പറഞ്ഞാട്ടെ. അതിനകത്ത് വായിക്കുന്ന ആൻറ്റി മാത്രം മൈക്കെടുത്ത് വെച്ച് ബാക്കിയുള്ളവരെല്ലാം എന്നെ നോക്കിയിരിക്കണം. അതിന് ശേഷം അബ്രഹാമേ എന്ന് ദൈവം വിളിച്ചു. ആ വാക്യമൊന്ന് എടുത്ത് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരു വാക്യമൊന്നും പറഞ്ഞു തരണം. അങ്ങനെ സാധാരണ ഞാൻ പ്രസംഗിക്കാറില്ല, പക്ഷേ ഈ ദൂത് അങ്ങനെ കിടക്കുന്നുണ്ട്. ഓരോ വാക്കിനകത്തും ദൂത് കിടപ്പുണ്ട്. ഒരു വാക്ക് വിട്ടുപോയാൽ ആ ദൂത് ഇവിടെ കിട്ടത്തില്ല. കിട്ടിയില്ല എങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമല്ല, സഹോദരിയുടെ ഉത്തരവാദിത്തമാണ്. ഒരാമയും പറഞ്ഞാട്ടെ. അബ്രഹാമേ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും, നമ്മളെ വിളിക്കുന്ന ദൈവം. ഒരാമയും പറഞ്ഞാട്ടെ.
നല്ലവണ്ണം കൈ ഉയർത്തി രാമയം പറഞ്ഞ. അവൻ നമ്മളെ വിളിക്കുന്ന ദൈവമാണ്. വിളിക്കും, സംസാരിക്കും, നമ്മളോട് ഇടപെടും. അപ്പോൾ ഈ വിളിക്കുന്ന ആളുകളുടെ ശ്രദ്ധ, ഈ വിളിക്കാൻ ദൈവം ഒരു പ്ലേസ് വെച്ചിട്ടുണ്ട്. ആ പ്ലേസിൽ കാണണം. ദൈവം നമ്മളെ അന്വേഷിക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണണം. ഒരാമയം പറഞ്ഞാട്ടെ. ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ദൈവം ആക്കി വെച്ചിടത്താണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. കേട്ടവർ കൈ ഉയർത്തി എഗ്രി ചെയ്യുന്ന ഒരു രാമയം പറഞ്ഞാട്ടെ. ഈ ശമൂവേൽ അന്ന് ഹന്നയുടെ കൂടെ പോയാൽ അന്ന് ആ വിളി മിസ്സാകും. ശമൂവേൽ അന്ന് കിടക്കേണ്ടത് ആലയത്തിലാണ്. കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ? ശമൂവേൽ അന്ന് കിടക്കേണ്ട സ്ഥലം ആലയവും പെട്ടകവും സാന്നിധ്യത്തോട് ചേർന്നാ കിടക്കണ്ടേ. അവിടെയാണ് വിളിക്കുന്നത് ശമൂവേലേ, ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിക്കുന്നത്. ദൈവം ബൈബിളിനകത്ത് എവിടെ വേണമെങ്കിലും പഠിച്ചു നോക്ക്. ദൈവം ആരെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞോ അവിടെ എല്ലാം ദൈവം ഒരു പ്ലേസുമായി അവരെ കണക്ട് ചെയ്യും. കേൾക്കുന്നവർ കൈ ഉയർത്തി രാമയം പറഞ്ഞിട്ട്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ അത് പൗലോസിനുള്ള സ്ഥലമാണ്. ശൗലിനെ പൗലോസാക്കുന്ന സ്ഥലം. ഓരേബിൻ്റെ പർവ്വതം അത് മോശയ്ക്കുള്ളതാണ്. പത്മോസ് യോഹന്നാനുള്ളതാണ്. തിബര്യാസ് പത്രോസിനുള്ളതാണ്. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ പ്ലേസും ആ പ്ലേസിൽ പോയി ആരാധിക്കണമെന്നോ അവിടെ കുരിശടി ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്ലേസും നിങ്ങളുടെ വിളിയുമായി ബന്ധമുണ്ട്. ചില പ്ലേസുകൾ ചിലരുടെ ലൈഫ് തിരിയും. ചിലരെ ദൈവം വിളിക്കുമ്പോൾ അവിടെ കാണത്തില്ല. ചിലർ ശമൂവേലിന് കറക്റ്റ് പ്ലേസിൽ ഇരിക്കാൻ പറ്റി. അതാ ഏലിയാവിൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഏലിയാവ് എലീശയുമായുള്ള ബന്ധത്തിൽ നീ അത് കാണുന്ന ആ സ്ഥലത്ത് നീ ഉണ്ടെങ്കിൽ ഇത് നിൻ്റെ മേൽ വീഴും. നീ എൻ്റെ കൂടെ നടന്നിട്ട് ഒത്തിരി നാളായിട്ട് നടന്നു, വർഷങ്ങളായിട്ട് നീ എൻ്റെ കൂടെ നടക്കുന്നു, അതൊന്നൊരു യൂസ് അല്ല. ആ പ്ലേസിൽ നീ ഉണ്ടെങ്കിൽ നിനക്ക് ആ പുതപ്പ് വീഴും. അതുകൊണ്ട് ഈ എലീശ എപ്പോഴും ഈ പ്ലേസ് എവിടാന്ന് നോക്കി പുറകെ നടക്കുക. കേൾക്കുന്നുണ്ടാരെങ്കിലൊക്കെ? അപ്പോൾ അടുത്ത കാര്യം, നിങ്ങളെ ദൈവം ആക്കി വെച്ച പ്ലേസിൽ നിങ്ങളിരിക്കണം. അത് നിങ്ങളുടെ വീടാണെങ്കിൽ ആ വീട്ടിൽ കാണണം. ഒരാമയും പറഞ്ഞാട്ടെ. അത് നിങ്ങളുടെ ചർച്ചാണെങ്കിൽ അവിടെ കാണണം. അബ്രഹാമിനെ ദൈവം തൊടുന്നതെല്ലാം കൂടുതൽ ആ വീട്ടിൻ്റെ ആറ്റ്മോസ്ഫിയർ വെച്ച, അവൻ്റെ ഒരു കോമ്പൗണ്ടിൽ വെച്ചാണ്. അബ്രഹാമിനെ അപ്പുറത്തെ വീട്ടിൽ പോയി ദൈവം പിടിച്ചോണ്ട് വരത്തില്ല. ഒരാമയും പറഞ്ഞാട്ടേക്ക്. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. കേൾക്കുന്നു. ഉത്സാഹിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ പരിശുദ്ധാത്മാവ് ഈ ദൂത് തുറന്നു തരും. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരാറുണ്ട്. ഗസ്റ്റ് വരുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത്, അച്ഛൻ അപ്പുറത്തോട്ട് പോയി, കടയിലോട്ട് പോയി. ഈ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, ഈ നമ്മുടെ ഒരു ലെറ്ററോ ഒരു എന്താ പറയുന്നത്, ഒരു ഗുണമില്ലാത്ത ലെറ്ററുകളൊക്കെ വേണമെങ്കിൽ വഴി വെച്ച് കൊടുക്കും. പക്ഷേ പ്രയോജനമുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും പേപ്പറുകളാണെങ്കിൽ അവർ പറയുന്ന കേട്ടിട്ടുണ്ട്, വീട്ടിൽ വന്ന് തരാമെന്ന് പറയും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു വീട്ടിൽ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും കൂടെ എടുത്തുകൊണ്ട് പോകും. അർത്ഥം, ഇത് ആക്കിയ പ്ലേസിൽ വെച്ചേ ഇത് കൊടുക്കത്തുള്ളൂ. മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ? കേട്ടവരാരെങ്കിലും ഉണ്ടോ? അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ആ വിളിക്കൊത്ത പ്ലേസിൽ അബ്രഹാം ഇരുന്നേ. നിങ്ങളുടെ അടുത്ത് ഞാനൊരു ആരംഭത്തിലൊരു ദൂത് പറയുക, നിങ്ങളെ ദൈവം എവിടെ ആക്കി വെച്ചോ അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. കുടുംബത്തിനകത്തൊരു അനുഗ്രഹമാണെങ്കിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കുക. ഞാൻ പറഞ്ഞത് ഞാൻ കുടുംബകാര്യങ്ങൾ പറഞ്ഞ് അതിനൊരു സ്തോത്രം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. ഈ മെസ്സേജ് യൂട്യൂബിലുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തയ്യാറാകണം. നിങ്ങൾ
ആത്മീയ കാര്യത്തിൽ നിങ്ങൾക്കൊരു സ്പർശനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളെ ആക്കി വെച്ച സഭയിൽ, ആത്മീയ അന്തരീക്ഷത്തിൽ നിങ്ങൾ വിശ്വസ്തരാകുക. കേട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ട്. അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ അബ്രഹാം അവിടെ കാണണം. എവിടെ കാണണം? ആക്കി വെച്ച പ്ലേസിലായിരുന്നു അബ്രഹാം ഉണ്ടായിരുന്നത്. ഒരു ദൂത് പറയാം, ആക്കി വെച്ചകളിലേക്ക് അനുഗ്രഹം കൊണ്ടുപോകുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കണേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കണമേ. അതരങ്ങൾ തുറന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ആ ദൂതിൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുന്നുണ്ടോ? ഞാൻ ബഹളം വെക്കാതിരുന്നുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീറ്റിങ്ങിനകത്ത് ഇരുന്ന് ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ അവിടും തൊട്ടുള്ള അനുഗ്രഹമേ കിട്ടത്തുള്ളൂ. അബ്രഹാമിൻ്റെ അനുഗ്രഹം കിട്ടത്തില്ല. രാമയും പറഞ്ഞാട്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മൊത്തം കേട്ടിരിക്കുക. മൊത്തവും നിങ്ങൾക്കുള്ള ദൂതാണ്. ഓക്കെ, കേട്ടെ. എന്നെ ഒന്ന് നോക്കണേ. ആ വാക്ക് പറയാനുള്ള സമയം പോലും ഇവിടെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ഒന്ന് നോക്കണേ. എങ്കിലും ഞാനത് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ മാറാം. അതെന്താ അങ്ങനെ പ്രാർത്ഥിച്ചേ? ഈ 22-ാം അധ്യായം നിൽക്കുമ്പോൾ അബ്രഹാം ഒരു നാട്ടിലൊരു ഹീറോയാണ്. സാധാരണക്കാരനല്ല, അവനൊരു ഹീറോയാണ്. ഹീറോ എന്ന് പറഞ്ഞാൽ 100 വർഷം കാത്തിരുന്ന് മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട സ്ഥലത്ത് തലമുറയായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒരു ഹീറോയാണ്. ഈ നമ്മൾ ഹീറോയൊക്കെ ആകുന്നത് കർത്താവിന് ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം അസൂയക്കാരനല്ല. എല്ലാ പ്രശംസയും അത് ഇച്ചിരൂടെ മനസ്സിലായത് പൗലോസിനാണ്. പൗലോസ് പറഞ്ഞ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. നിങ്ങൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു ദൂതുണ്ട്. ബാബേലുകൾ തകർന്നുപോയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേട്ടോണേ. നിങ്ങൾ ഇന്ന് വലിയ സംഭവമാണെന്ന് പറഞ്ഞ എന്തും ഒന്നെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ദൈവം അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യും. ഒരാമയും പറഞ്ഞാട്ടെ. നമ്മൾ പറയത്തില്ല, വലിയ ഉണർവ് അവിടെ, വലിയ ദൈവപ്രവൃത്തി അവിടെ, വലിയ പാസ്റ്റർ, അത് വലിയ പ്രവാചകന, വലിയ അഭിഷക്തന, എന്നെ കേൾക്കുന്നുണ്ടോ? വലിയ ചർച്ച, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അത് ഇതിങ്ങനെ പൊങ്ങി ഇതൊരു ബാബേലായി വരുമ്പോൾ അതിൻ്റെ തല ദൈവം ഓടിക്കും. അല്ല, ആ തല ഒടിക്കാതിരിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നയാൾ അതേ കണക്ക് കാലെ പിടിക്കുകയും കരയുകയും ഈ ഗ്രോത്തിനനുസരിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും തുടങ്ങിയ സമയങ്ങളിൽ 100 പ്രാവശ്യം തിരുത്തപ്പെട്ടയാൾ ഈ ഉയർച്ചകളിൽ 10,000 പ്രാവശ്യം തിരുത്തപ്പെടാൻ വേണ്ടി റെഡിയാകണം. കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി രാമയും പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഞാനിതെങ്ങും പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരെ ദൈവം പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ സാമ്പത്തിക നന്മ ഇരട്ടിയാക്കാൻ പറ്റും. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് കിട്ടിയ ശുശ്രൂഷ നിങ്ങൾക്ക് ഇരട്ടിയാക്കാൻ പറ്റും. ചർച്ചിനെ ഇരട്ടിയാക്കാൻ പറ്റും. മിനിസ്ട്രിയെ ഇരട്ടിയാക്കാൻ പറ്റും. എന്നെ കേൾക്കുന്നെങ്കിൽ രാമയും പറയണം. അതിങ്ങനെ പോകുമ്പോൾ ദൈവം നോക്കും, ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ ടെസ്റ്റ് ചെയ്യും, പരിശോധിക്കും. അവനിലൊരു ബാബേൽ പൊങ്ങി വരുന്നു എന്ന് ദൈവം കണ്ടാൽ, അവനോടുള്ള കലിപ്പ് കൊണ്ടൊന്നുമല്ല, വഴക്കുകൊണ്ടൊന്നുമല്ല, അവൻ്റെ ആത്മാവ് നിത്യതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന് കൊണ്ടുപോയാൽ
ഈ എന്താ പറയുന്നത്, ഈ താജ്മഹലിൻ്റെ മണ്ടയിലിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ ഇതിന് പറയുന്നേ, എന്താ കേട്ടില്ല. ആ സാധനത്തിൻ്റെ മുകളിൽ ദൈവം പിരിച്ചോടിക്കും. അത് അവനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. ഒരു ജഡവും ദൈവ സന്നിധിയിൽ പ്രശംസിക്കരുത്. ഞാനൊരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി. ഇപ്പോഴല്ല, ഈ കോവിഡ് ടൈമിൽ ധാരാളം ആളുകൾ ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്തു. ഒത്തിരി ആളുകൾ അന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഒരു അസാധാരണമായ മൂവ് ദൈവം തന്നുകൊണ്ടിരിക്കുക. എന്നോട് കർത്താവ് പറഞ്ഞു 40 ദിവസമാണ്. 40 ദിവസം ഒറ്റ വാക്കിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. ഞാനത് പറഞ്ഞിടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒറ്റ വാക്കേ ഉള്ളൂ, ദേഹത്തെ വിട്ടുകൊടുത്ത ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ നിന്ന് എൻ്റെ ലൈഫിൽ നിന്ന്. അതിനുശേഷം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രസംഗിച്ചിട്ടില്ല. ഒരു ദൂത് ഇത്രയും കണ്ടിന്യൂസ് ആയി നിൽക്കുന്ന ഒരു ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടില്ല. 40 ദിവസം 35-30 ദിവസമൊക്കെ ആയപ്പോൾ ഇത് വൻ വിജയമായിട്ട് നിൽക്കുമോ. എന്നോട് കർത്താവ് പറഞ്ഞു, അന്നേരം ഈ 35 ആയപ്പോഴത്തേന് ആളുകൾ ഇടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിർത്തത്തില്ല. ഒരാമയും പറഞ്ഞാട്ടെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, കർത്താവ് പറഞ്ഞത് 60 ആക്കാൻ പറഞ്ഞെന്ന് പറയാം, അല്ലെങ്കിൽ 100 ആക്കാൻ കർത്താവ് പറഞ്ഞെന്ന് പറയാം. അന്ന് എന്നോട് കർത്താവ് ഇടപെട്ട വാക്കാം, ഒരു ബാബേലും ഉയരരുത്. എന്നോട് ഞാൻ വളരെ സ്നേഹിക്കുന്ന 2-3 അഭിഷക്തന്മാർ എന്നോട് പറഞ്ഞു, മോനെ അത് നല്ല ഉണർവാണ്, നല്ല മൂവാണ്. മാനസികമായിട്ട് അവർ പറഞ്ഞേ, നിർത്തരുത്. കേൾക്കുന്നുണ്ടോ? ഞാൻ അവരുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിർത്തിക്കോണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടോ? ചിലത് നമ്മൾ തോക്കുമ്പോഴാണ് നിർത്തുന്നത്. പക്ഷെ ദൈവം നോക്കുന്നു ഏറ്റവും ഉയർച്ചയിൽ നിനക്കത് കളയാൻ പറ്റുന്നോ എന്നാണ് നോക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ട്. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മ അവിടെ മൂവ് ചെയ്യുന്നു. എത്ര പേരോട് പരിശുദ്ധാത്മ സംസാരിക്കും? ഈ സൈഡിലൊക്കെ ദൈവത്തിൻ്റെ ഗ്ലോറി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ അനുഗ്രഹങ്ങൾ ഇരട്ടിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷകൾ ഇരട്ടിക്കട്ടെ, നമ്മുടെ ആത്മീക ചലനങ്ങൾ വർദ്ധിക്കട്ടെ. ഒരിക്കലും നമ്മുടെ അരുതാത്തൊരു വാക്കുകൊണ്ട് അതിൻ്റെ വേഗത കുറയരുത്. ഒരു ദൈവദാസൻ്റെ ഒരു മണിക്കൂറത്തെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം അവനിൽ എത്രത്തോളം അഹങ്കാരമുണ്ടെന്ന്. എന്നെ കേൾക്കുന്നുണ്ടോ? ഒരാളോട് 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അറിയാം അവൻ്റെ അകത്ത് എത്രത്തോളം ജഡത്തിൻ്റെ ധ്വനികളുണ്ടെന്ന്. ഇത് ഒറ്റയടിക്കൊന്നും കുറയത്തില്ല. ഇത് വളരെ പ്രാർത്ഥനയിലും മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരത്തിലും നമുക്കിത് കുറയ്ക്കണം. കർത്താവിൻ്റെ വരവ് വരെ നമുക്ക് സമയമുണ്ട്. ശരിയാക്കി കാട് ചെത്തുന്നത് പോലെ വെട്ടിച്ചെത്തി ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരണം. ഒരിക്കലും ശുശ്രൂഷയും ജീവിതവുമായി കണക്ട് ചെയ്യരുത്. ശുശ്രൂഷ ദൈവം ഇട്ടതാ, അത് വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ഇനി പ്രാർത്ഥിക്കാതെ വന്നാൽ പോലും ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ ആ ശുശ്രൂഷ ജ്വലിക്കും. കേൾക്കുന്നൊരു രാമൻ പറയണം. അപ്പോൾ ശുശ്രൂഷ കൊണ്ടല്ല ഒരാളെ തിരിച്ചറിയേണ്ടത്, അവൻ്റെ മേൽ വരുന്ന ഫ്രൂട്ട് കൊണ്ട്, ഫലം കൊണ്ട് നിങ്ങൾ അവനെ തിരിച്ചറിയണം. കൈകളൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങൾ ഫലമുള്ളവരായി മാറട്ടെ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, അതാ കർത്താവിൻ്റെ ദാസൻ മുമ്പേ പറഞ്ഞ വാക്കുകളൊക്കെ അതാണ്. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ഫലമുള്ളതായി മാറട്ടെ. ഞാൻ അതൂതിൽ നിന്ന് മാറാതെ അവിടെ തന്നെ നിൽക്കട്ടെ. ബിഹോൾഡ്, എല്ലാവരും പറഞ്ഞ വാ തുറന്ന് പറഞ്ഞേ, ആമേൻ. എന്നെ നോക്കണേ, എന്നെ ശ്രദ്ധിച്ച് നോക്കണമേ, എന്നെ സൂക്ഷിച്ച് നോക്കണമേ. എത്ര പേർക്ക് പറയാൻ പറ്റും? ഓക്കെ, ഞാൻ ആ ദൂത് എവിടെയോ മുറിഞ്ഞു പോയി. ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യും, ഒന്നും കൂടെ ചേർത്ത് വെക്കുക. നാട്ടിൽ വലിയ ഹീറോയപ്പം ആരാ? അബ്രഹാം. കാരണം സാറ പ്രസവിക്കത്തില്ല എന്ന് കമൻ്റ് അടിച്ച ആളുകളെല്ലാം ഞെട്ടിയിരിക്കുക. അസാധാരണമായ അത്ഭുതം. അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്, എബ്രായ ലേഖനത്തിലാണ് കിടക്കുന്നത്, മൃതപ്രായവന്. ആ വാക്യം ഓർമ്മയുണ്ടോ? അങ്ങനല്ലേ? എന്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യതയില്ലാത്തവന് കൊച്ചു ദൈവം കൊടുത്തെന്ന്. കൈ ഉയർത്തി രാമൻ പറ. അപ്പോൾ അഹങ്കാരം ഉണ്ടാവോ ഇല്ലയോ?
ഇവിടെ ബൈക്ക് കിട്ടിയാൽ നമ്മൾ തറയിൽ നിൽക്കത്തില്ല. ഒരമ്മയും പറഞ്ഞാട്ടെ, എന്നോടുണ്ടോ? ഞാൻ ബാക്കി പറയട്ടെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ തോന്നുക. അപ്പോൾ മൃതപ്രായമുള്ളവൻ ദൈവം അവന് തലമുറയെ കൊടുത്തു. നാട്ടുകാരുടെ മുമ്പിൽ ഇച്ചിരി തലക്കനം ഉണ്ടാകുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, ഉണ്ടാകും, അറിയാതെ ഉണ്ടാകും. ഭയങ്കര ഹീറോയാണ്, വാക്തത്വം പ്രാപിച്ചവനാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് അബ്രഹാം കയറാൻ പോവാം. വിശ്വാസത്തിൻ്റെ അപ്പനെന്ന് പറഞ്ഞൊരു കോളിങ്ങിലോട്ട് കയറാൻ പോവാം. ഒരാമയും പറഞ്ഞാട്ടെ. വിശ്വാസികളുടെ പിതാവ്, അപ്പോസ്തലനല്ല, ഒരു ചർച്ചിൻ്റെ പ്രവാചകനല്ല, വിശ്വാസികളെന്ന് പറഞ്ഞാൽ പിതാവിലോട്ടാൻ കയറുക. അതിന് ഏത് മതത്തിൻ്റെ ആയാലും ഒരു പ്രധാനപ്പെട്ട താക്കോൽ തുറക്കണമെങ്കിൽ ഇദ്ദേഹത്തെ ഇല്ലാതെ കയറാൻ പറ്റാത്ത അളവിലേക്ക് ഇദ്ദേഹം ഷിഫ്റ്റ് ആകാൻ പോവുക. ഒരാമയും പറഞ്ഞാട്ടെ. കാരണം അങ്ങനൊരു അത്ഭുതം കണ്ടിരിക്കുന്നത്. അബ്രഹാം സഹാറയ്ക്ക് ദൈവം തലമുറയെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു വാക്ക് ഇങ്ങനെ, ആ പരിശുദ്ധാത്മ, ഞാൻ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ഇന്ന് ഞാൻ ഭയങ്കര ഹീറോയാണ്. നാട്ടുകാരെല്ലാം എന്നെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വാക്തത്വം പ്രാപിച്ചവൻ, അവകാശം പ്രാപിച്ചവൻ എന്നൊക്കെ പറഞ്ഞു വച്ചിരിക്കുക. പക്ഷേ ദൈവമേ, ഇതിനപ്പുറത്ത് നീ എന്നെക്കുറിച്ച് എന്തോ പറയുന്നേ? എന്നെ കേൾക്കുന്നുണ്ടോ? അതാ ആ വാക്ക്, നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണേ. അപ്പോൾ നമുക്ക് ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും, നല്ല ആളായിരിക്കും, നല്ല വ്യക്തിത്വമുള്ള ഉടമയായിരിക്കും. പക്ഷെ ദൈവാത്മാവ് ചിലരോട് ചോദിക്കുന്നു, ഞാൻ നോക്കി എങ്ങനെയുണ്ട്? കർത്താവ് നോക്കട്ടെ ഇന്ന് രാവിലെ. നാട്ടിൽ വലിയ വാക്തത്വം പ്രാപിച്ചവനെന്നും വലിയ പ്രവാചകനെന്നും കൈവച്ച രോഗികൾ സൗഖ്യമാകുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ സഭയിലെ പാസ്റ്ററെന്നും ഒക്കെ പേര് കാണും. പക്ഷെ ദൈവം ചോദിക്കുന്നു, ഞാനൊന്ന് നോക്കട്ടെ. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ, ഒന്ന് പറഞ്ഞ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണമേ. എല്ലാ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എന്നെ നോക്കണേ. ഇതേ വാക്ക് ഭക്തന്മാർ ഉച്ചരിച്ചിട്ടുണ്ട്. എന്നെ നോക്കണേ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. ചിലർ പറഞ്ഞു നോക്കിയപ്പോൾ കുറവൊന്നും കണ്ടില്ല എന്ന്. ഇന്ന് ദൈവം നമ്മളെ നോക്കുമ്പോൾ ഒന്നും കാണാത്തവരായി മാറട്ടെ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചേ. ലസ്മേതേരിയ സൗരഹർത്തന പ്രഭേതേരിയ. ദൈവം ചിലരെ വിളിക്കുന്നു, ചിലരെ ദൈവം നോക്കുന്നു. പാസ്റ്ററെ, ഈ മീറ്റിങ്ങിനകത്ത് ദൈവം ചിലരെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നു. റസ്മേതേരിയ പ്രവാദന ലാറസ്മതേരിയ. കൈകൾ ഉയർത്തിപ്പിടിച്ച് വായികൾ തുറന്ന് പ്രാർത്ഥിച്ച് സഹോദരങ്ങളെ, കർത്താവ് ചിലരെ നോക്കുന്നു. മനുഷ്യൻ നോക്കുന്നതിനേക്കാൾ അത് ആഴമാണ്. ഏത് ഹൃദയത്തെയും തൂക്കി നോക്കുന്നവനാണ്. ഏത് ചിന്തകളുടെയും ഭാരത്തെ അളക്കാൻ പറ്റുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ദൈവമാണ്. അവൻ നമ്മളെ നോക്കുന്നു. ഇന്ന് ആ കൈ ഒന്ന് ഉയർത്തി ഒന്നും കൂടെ പറഞ്ഞ്, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കണേ. ബിഹോൾഡ്, അടിയനിതാ. ഒന്ന് കൈകൾ ഉയർത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ്, ഈ വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. പറ്റുമെങ്കിൽ രണ്ട് കൈകൾ ഉയർത്തി ഒന്ന് പിടിച്ച് അബ്രഹാം, ഈ ഭാഗം അബ്രഹാമേ അബ്രഹാമേ എന്ന് ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം നിന്ന നിപ്പുണ്ട്. അതൊരു ഉരുകി നിൽക്കുന്നത് പോലെ, പേടിച്ച് നിൽക്കുന്നത് പോലെ, ഭയന്ന് നിൽക്കുന്നത് പോലെ. ആ വിളിച്ചപ്പോൾ വളരെ ക്വയറ്റായി, അടിയനിതാ, ഞാനിവിടെ ഉണ്ടപ്പാ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കണേ എന്ന് പറഞ്ഞതുപോലെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന, ഈ ദൂതുകൾക്ക് വളരെ ശക്തമായ വേഗതകൾ ഇന്ന് രാവിലെ കൊണ്ടുവരും. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നമ്മുടെ തലയിലോട്ട് കയറിയെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. എന്തെങ്കിലും അറിയാത്ത
കുപ്പായങ്ങൾ നമ്മുടെ തോളിൽ കയറിയെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, എടുത്തു കളയുക. നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. രണ്ട് കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമേ. നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചി. ഒന്നുകൂടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ മഹാ, വാ തുറന്ന് പറഞ്ഞ്, കൃപയ്ക്ക് അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്ക് അങ്ങേ ഞാൻ സ്തുതിച്ച്. ഒന്ന് കൈ ഉയർത്തി അവസാനമായ വാക്കൊന്ന് പറഞ്ഞ്, അടിയനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ, സൂക്ഷിച്ചു നോക്കണമേ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്രാർത്ഥന ഹൃദയത്തിൽ എന്നും ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കണം. എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ നീ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, നീ എന്നെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം, എൻ്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട് അങ്ങയുടെ രാജ്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ നിങ്ങളുടെ മേൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തിയൊരു സ്തോത്രം ചെയ്താട്ടെ, വാ തുറന്നൊരു സ്തോത്രം ചെയ്താട്ടെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചു തരാമോ? എന്നെ നോക്കാമോ ബാക്കിയുള്ളവർക്ക്? അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ആ വാക്കിൽ നിന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാം. നീ സ്നേഹിക്കുന്ന, പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. അത് ആ വാക്കെന്ന് ഞാൻ സ്നേഹിക്കുന്ന പറഞ്ഞേ. ഞാൻ ഈ ദൈവം ഭയങ്കര അസൂയക്കാരനാണ്, ആർക്കും പറയണ്ട. നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് നമ്മളെ കിട്ടുന്നില്ല എങ്കിൽ, ഈ ചില കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയുണ്ട്, ഇവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇവർ ബഹളം വെക്കും. രാമയും പറഞ്ഞാട്ട് ഉണ്ടല്ലേ, അങ്ങനെയാണോ? ഈ ചിലർ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അല്ലേലിയൊക്കെ പറയും, രാമയും പറഞ്ഞാട്ടെ. ഓക്കെ, പറയാതിരിക്കല്ലേ, ആകപ്പാടെ ഓക്കെ. ഈ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്തും ചെയ്യും നമ്മൾ. ഈ ദൈവത്തിന് പ്രത്യേകതയുണ്ട്, നമ്മുടെ ശ്രദ്ധ കിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷയം. എല്ലാവരുടെയും അല്ല, ഈ ദൈവം സ്നേഹിച്ച ആൾക്കാരെ ദൈവത്തിന് കിട്ടിയില്ല എങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അവനൊരു അസൂയ ഉണ്ടാകും, അവന് നിന്നെ വേണം. ഒരാമയും പറഞ്ഞാട്ട്. ഈ അബ്രഹാം ഒരു ജനറേഷനിലെ ആദ്യത്തെ പീസാണ്. അടുത്തൊരു തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ടമായി സ്വർഗത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു പീസാണ് അബ്രഹാം. ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് ആദ്യത്തെ മനുഷ്യനായ ആദമിൻ്റെ പരാജയത്തിലൂടെ നടന്ന പല കാര്യങ്ങളും
അബ്രഹാമിലൂടെ വീണ്ടും അത് തുടക്കാൻ വേണ്ടി ബൈബിൾ തുടങ്ങുന്നത് ഉൽപ്പത്തിയിൽ ആദമിൻ്റെ കാര്യമാണ്. പക്ഷേ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട താക്കോൽ തുറക്കുന്നത് അബ്രഹാമിലൂടെയാണ്. അപ്പോൾ ദൈവത്തിന് അത്രയും സ്പെഷ്യലായൊരു മനുഷ്യൻ ഈ മറ്റു പലതിൻ്റെ പുറകിൽ പോയാൽ ദൈവത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു സ്പെഷ്യൽ ആളാണ്. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങളോടല്ലെന്ന് തോന്നുന്നു, എന്നോടായിരിക്കും. നിങ്ങൾ ഒരു സ്പെഷ്യൽ ആളാണ്. ഈ തലമുറയിൽ ദൈവം നിങ്ങളെ കണ്ട ആളാണ്. നല്ലൊരു ആമയും പറ. നമ്മൾ അവിടെയും ഇവിടെയും പോയി കിടന്ന് കറങ്ങിയാൽ, അതാ പറഞ്ഞ ഇതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ കാര്യമുണ്ട്, നീ എൻ്റെ മുമ്പും അടയ്ക്കും പിമ്പും അടയ്ക്കും, ഞാൻ സ്വർഗത്തിൽ കയറിയാ നീ അവിടെയുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നക്കാരാണ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് പറയുന്നത്. എല്ലാ വഴി അടഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ചിലർ പറയുന്നുണ്ട്, പാസ്റ്ററെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, ബിസിനസ് ചെയ്തു, നല്ലൊരു 10-20 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. എനിക്ക് തോന്നുന്നു അംബാനി പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കാണത്തില്ല. പക്ഷെ ചില ചെറുപ്പക്കാരുണ്ട്, എല്ലാം ചെയ്യും. ഞാൻ നിന്നോടൊരു ദൂത് പറയാം, നീ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരാമയും പറഞ്ഞാട്ടെ. നീ വന്ന് ചർച്ചിൽ വന്ന് ക്യാമറ പിടിക്കുകയോ, ചർച്ചിൽ വന്ന് ഇവിടെ വന്ന് ഇരിക്കുകയോ, ഇവിടെ വന്ന് പാട്ട് പാടിയൊക്കെ ചെയ്യുക, അതായിരിക്കും നിനക്ക് നല്ലത്. ഇനി നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ നിനക്ക് ഇനിയും നിൻ്റെ കടം വർദ്ധിക്കാതിരിക്കണമെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാരെങ്കിലൊക്കെ മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം പറയും. ഈ വിളിയുള്ള ഏറ്റവും കുരുക്ക് പിടിച്ചൊരു സാധനം വിളി. ഒരാമയും പറഞ്ഞാട്ടെ. ഇത് വന്നു കഴിഞ്ഞാൽ കൊണ്ടേ പോത്തോളൂ. ഒരാമയും പറഞ്ഞാട്ടെ. അങ്ങ് സമർപ്പിച്ചാൽ മതി. പ്രിയ പാസ്റ്റർ ഈ വിളിക്ക് പള്ളിയിൽ പോയ അച്ഛനാവാനിരുന്ന ആളാണ്. പറ്റത്തില്ല അങ്ങനെ. ഇതങ്ങനെ ഈ സാധനം പെട്ടെന്ന് അങ്ങ് സമർപ്പിക്കുക. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നാളെ വന്ന് കർത്താവിൻ്റെ വേല ബൈബിൾ കോളേജിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്നും ചെയ്യാതിരുന്നാൽ പോലും അനുഗ്രഹം. അങ്ങനെയുള്ളവർ ഒന്നും ചെയ്യാതിരുന്നാലും അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഈ ഒരു ദൈവദാസനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം വലിയ ജോലി, അവർക്ക് 2.5-3 ലക്ഷം രൂപയോളം അവർക്ക് സാലറി ഉണ്ട് ഒരു മാസം. ഇതെല്ലാം കളയേണ്ട ഒരവസ്ഥ വന്നു. മര്യാദയ്ക്ക് കളയാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല. എല്ലാം പോയി. എല്ലാം പോയിട്ട് അവർ പറഞ്ഞത്, ഒരു മാസം ഞങ്ങൾക്ക് കുറഞ്ഞ് ജീവിക്കണമെങ്കിൽ 90,000 രൂപ വേണം. രാമയും പറഞ്ഞാട്ടെ. നമ്മുടെ കാര്യമല്ല, അവരുടെ കാര്യമാണ്. കാരണം അവർ അങ്ങനെ ജീവിച്ചു വന്നു. 10-15 വർഷമായിട്ട് ജീവിച്ചത് അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഒരു പരിപാടിയില്ല. രാവിലെ പള്ളിയിൽ പോവുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, കരയുക. എങ്ങനെ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചിലരോട് ഞാൻ തൊഴുകൈയോടെ പറയുക, ഇനി ഒന്നും ചെയ്യല്ലേ. ഈ ചിലർ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വിടുമ്പോൾ ചിലർ പിന്നെ അടുത്ത ആഴ്ച വരും, പാസ്റ്ററെ ഒരു പുതിയ ബിസിനസ്സിൻ്റെ വാതിൽ തുറന്നു, ദൈവമേ ഇനി അതും ഞാൻ തകരുന്ന കാണണമല്ലോ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു 5-6 എണ്ണത്തിൽ കൂടുതൽ തകർന്നെങ്കിൽ ഇനി ആ പരിപാടിക്ക് പോകാതിരിക്കുന്നത് നല്ലത്. കാരണം ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിന്നെക്കാട്ടി മണ്ടന്മാർ ചെയ്ത് സക്സസ് ആയി. പക്ഷെ ഇത്രയും ബുദ്ധിയുള്ള നീ സക്സസ് ആകാതെ പോകുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും ബുദ്ധി പ്രയോഗിക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെ വിളി ഇതാണ്. ഒരാമയും പറഞ്ഞാട്ടെ. അവിടെ വാക്ക് കിടപ്പുണ്ട്, നീ സ്നേഹിച്ച. ഒന്ന് പറഞ്ഞാച്ചാ, ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷമുണ്ടേ. സ്നേഹിച്ച പറഞ്ഞേ. ഇതവിടെ ഒരു വലിയ മിസ്റ്റേക്ക് കിടപ്പുണ്ട്. ഏത് വാക്യമൊന്നും എനിക്ക് മറന്നുപോയി, എങ്കിലും അറിയാവുന്നൊരു പെട്ടെന്ന് പറയണം. അബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും. എത്ര അത് വാക്യം? 12 ഓർമ്മയുണ്ടോ? അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ, വായിച്ച ആ വാക്യം കിട്ടിയോ? അത് എത്ര? എൻ്റെ 15-ന്റെ സത്യമായിട്ട് അത് പറയാൻ നിന്നേ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഉത്സാഹിക്കുന്നതുകൊണ്ട് ഇത് പറയാതിരിക്കാനും പറ്റുന്നില്ല. കാരണം ഒന്നും കൂടെ വായിച്ചേ. അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്യമാണ്.
അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ ആ. യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ആ. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിചയം നിന്റെ നിന്റെ അതിമഹത്തായ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിന്റെ എല്ലാം എല്ലാം കർത്താവാണ്. ഒരാമയും പറഞ്ഞാട്ടെ. അത് എത്രാമത്തെ ആക്കിയ 15-ാം അധ്യായത്തില്ല. പക്ഷെ 22 വന്നപ്പോൾ സ്വർഗത്തിന് മനസ്സിലായി നീ സ്നേഹിക്കുന്ന. കേട്ടോ, ആ മിസ്റ്റേക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ എന്നെ കേൾക്കുന്നുണ്ടോ? അച്ഛനുണ്ടല്ലേ, കേൾക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ? കൈയൊക്കെ ഒന്ന് ഉയർത്തി കാണിക്കേ. എത്ര? 15-ൽ ഞാൻ നിന്റെ പരിച, നീ എൻ്റെയാണ്, നമ്മൾ അങ്ങനൊരു ബന്ധമാണ്. പക്ഷേ 22 വന്നപ്പോൾ നീ സ്നേഹിച്ച എന്തോ ഒരു ചെറിയ തെറ്റ് അവിടെ പറ്റി. പണ്ട് എപ്പോഴും അബ്രഹാം ദൈവമേ, യഹോവേ, യാഹ്വേ, എൽഷദായി, അഡോണായി എന്നൊക്കെ വിളിച്ചു പോകുന്ന ഈ ദൈവദാസൻ ഇപ്പം പറയുന്നത് ഇസഹാക്കേ, ഇസഹാക്കേ. സാറെടുത്ത് നോക്കി, ഇസഹാക്കിന് പാൽ കൊടുത്തെന്ന് അറിഞ്ഞിട്ട് പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ എല്ലാം കൊടുത്തോ? അമ്മയും പറഞ്ഞാട്ടെ. ടെൻഷനാ പറഞ്ഞ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ വിടാൻ പറ. ഞാൻ നിങ്ങളോടാ പറയുന്നത്. അബ്രഹാമിൻ്റെ മൊത്തം ടെൻഷനാ. ഈ കഴിഞ്ഞ ദിവസം ആരോ പറയുന്ന കേട്ടോ, ഒരു പ്രസവിച്ചതേ ഉള്ളൂ, 2 വയസ്സാവും. ഇപ്പം കണ്ട് 2 വയസ്സായില്ല. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പോയിട്ട് കോയമ്പത്തൂർ പോയി ഏതോ മെഡിക്കൽ കോളേജിൽ MBBS പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് പേപ്പർ മേടിച്ചുകൊണ്ടിരിക്കുക. പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്നങ്ങണ്ടാ പറഞ്ഞ്, എനിക്ക് അറിഞ്ഞൂടാ അത് എത്രത്തോളം പ്രൊഫറ്റിക്കലാണെന്ന്. എടാ അതൊന്ന് വളരട്ടെ, ഒരാമയും പറഞ്ഞാട്ടെ. ഇപ്പം അതിന് വേണ്ടത് മാക്സിമം അംഗൻവാടി വരെ ശ്രദ്ധിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പിള്ളേരെ എന്ന് പറഞ്ഞ് നടക്കരുത്. ഒരാമയും പറഞ്ഞാട്ടെ, നന്നായി ആമയും പറഞ്ഞാട്ടെ. പിള്ളേരുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ 2 കൈ ഉയർത്തിപ്പിടിച്ച്. ഓക്കെ, നിങ്ങളെ സന്തോഷം ഇന്ന് വളരെ. നിങ്ങൾ രാത്രിയും കൂടെ വരുമോ? എല്ലാവരും വരണം, വണ്ടിയൊക്കെ വിട്ടു തരാം. കാരണം ഈ ദൂത് എങ്ങനെയെങ്കിലുമൊക്കെ എനിക്കൊന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിർത്തണം. പിള്ളേരുള്ളവരെല്ലാം കൈ ഉയർത്തി കാണിച്ച്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴെപ്പോഴും ഈ നിങ്ങൾ ഈ പുതിയ ആൾക്കാരടുത്തല്ല, ചർച്ചിൽ സ്ഥിരമായിട്ട് വരുന്നിടത്ത് പറയുന്നത്, നിങ്ങളിൽ നിന്ന് വേറൊരു പ്രാർത്ഥനാ വിഷയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ടെ, സത്യമായി പ്രതീക്ഷിക്കുന്നു. പാസ്റ്ററെ, കൊച്ചിൻ്റെ കാര്യം അത് നടക്കുമെന്നേ. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾ ഇന്നൊക്കെ വന്ന് നിൽക്കണം. പാസ്റ്ററെ, എനിക്ക് 10 പേരെടുത്ത് സുവിശേഷം പറയണം. അതിനൊരു പ്രാർത്ഥന. ഞാൻ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം. എന്നും കൊച്ചിൻ്റെ കാര്യം, കല്യാണം, UK, കാനഡ എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ടാണ് ആ കൊച്ചുങ്ങൾ രക്ഷപ്പെടുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാത്ത. ഒരാമയും പറഞ്ഞാട്ടെ. അച്ഛൻ സന്തോഷത്തോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ്. നിങ്ങൾ ദൈവത്തെക്കാൾ എന്തിനെ സ്നേഹിച്ചാലും പണി കിട്ടും. ഇത് ഞാൻ ഈ പുറത്ത് ആ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരത്തല്ല ഞാൻ പറഞ്ഞു, അവരുടെ കാര്യമല്ല, ഇത് നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. നാട്ടുകാരുടെ കാര്യമല്ല. നിങ്ങൾ ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെ സ്നേഹിച്ചാലും, അത് ശുശ്രൂഷയെ സ്നേഹിച്ചാൽ അത് പോവും, വീടിനെ സ്നേഹിച്ചാൽ ആ വീട് പോവും. എൻ്റെ കൂടെ ഉണ്ടോ? കാറിനെ സ്നേഹിച്ചാൽ ആ കാറ് പോവും, ചർച്ചിനെ സ്നേഹിച്ചാൽ ആ ചർച്ച് പോവും. ആ ചർച്ചിൽ നിന്ന് അടിപൊളി അടി കിട്ടും. ഒരാമയും പറഞ്ഞാട്ടെ. ഭാര്യയെ സ്നേഹിച്ചാൽ നല്ല ചവിട്ട് കിട്ടും, ഭർത്താവിനെ സ്നേഹിച്ചാൽ നല്ല തല്ലുകൊള്ളും. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതാ ചോദിച്ച പത്രോസിന്, ഇവയിലധികമായി നീ എന്നെ പറഞ്ഞ ഇവ പറഞ്ഞ് കൈയൊന്ന് ഉയർത്തി പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയരുത്. നമ്മുടെ പണം നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയരുത്. ഇതിന് മുകളിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. ഒരു കാര്യം പറഞ്ഞാട്ടെ,
ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായി മറുപടി പറയണം. നീ സ്നേഹിച്ച, ആ വാക്ക് സ്നേഹിച്ച നിന്റെ ഏകജ. ഓക്കെ അവിടെ കിടക്കട്ടെ. ഒന്നുകൂടെ മക്കളുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. ഈ എൻ്റെ പ്രായമുള്ളവരത്തല്ല ഞാൻ ഇപ്പം ചോദിക്കുന്നു, താത്തിട്ടാട്ടെ. ഒരു 50 വയസ്സിന് മുകളിൽ, ഒരു 60 വയസ്സിന് മുകളിലുള്ളവരും കൈ ഉയർത്തിയേ. നന്നായി ഉയർത്തിപ്പിടിക്കണേ. ഈ പ്രായമുള്ളവരത്തെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യസന്ധമായ മറുപടി പറയണം. നിങ്ങളെയൊക്കെ ആരെങ്കിലും വളർത്തിയോ? അപ്പനും അമ്മയും ജനനം തന്നു, പിന്നെ എവിടാ വളർന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. മാവിൻ്റെ ചുവട്ടിലോ മാങ്ങ തിന്നോ ചക്ക തിന്നോ? ഒരമ്മയും പറഞ്ഞാട്ടെ. കാരണം 8ഉം 10ഉം കൊച്ചുങ്ങളായിരുന്നു ആ സമയത്തിന്. ഇപ്പം അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല, തൊട്ട് പുറകെ അടുത്ത കുഞ്ഞുണ്ട്. രാമൻ പറഞ്ഞാട്ടെ, അതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അടുത്ത വേറെ ഈ മൂത്ത ആൾക്കാരുണ്ട് ഒരു കുടുംബത്തിൽ, മൂത്തതായിട്ടുള്ള വലിയ ശ്രദ്ധയൊന്നും നമുക്ക്. പക്ഷേ വളർന്നില്ലയോ, ഇത്രയും വരെ ആയില്ലയോ? രാമൻ പറഞ്ഞാട്ടെ. ഒരു കാര്യം പറയാം, ചിരിക്കരുത്, അതങ്ങ് വളർന്നോളൂന്നേ. അതിൻ്റെ പുറകെ ഒത്തിരി അങ്ങ് പോണ്ട കേട്ടോ. ഈ തലമുറയെ കുറിച്ചുള്ള ടെൻഷൻ എല്ലാം യേശുവിൻ നാമത്തിൽ മാറട്ടെ. നിങ്ങൾ ചിരിക്കത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഈ വീട്ടിൽ വളർത്തിയ ചെടിയെ കരിഞ്ഞു പോയിട്ടുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ വളർത്തിയ ചെടിയെ കരിഞ്ഞു പോയിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് വളർത്തുന്നുണ്ട്. മിക്ക ദിവസം വെള്ളം ഒഴിച്ചില്ല, ഇത് കഴിഞ്ഞു പോകും. വീടിൻ്റെ അവിടെ നിന്ന് റോഡിലോട്ട് പോകുന്ന സമയത്തിന് അവിടെ മണി പ്ലാന്റ് വളർന്ന് കിടക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിക്കണ്ട, വളവും ഇടണ്ട, ആരും അത്. ഈ വീട്ടിൽ വളർത്തുന്ന ചെടിയെ കരിഞ്ഞു പോയിട്ടുള്ളൂ. അതുകൊണ്ട് ആ പുറത്തോട്ടിറങ്ങി ഇത് സത്യമാണെങ്കിൽ നോക്കണം, എത്രയോ ചെടികൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോണ്ടെന്നറിയാമോ? അതിനാരും വളം ഇട്ട് കൊടുത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ വാക്കുകൾ? ഇന്നലെ ഞാനൊരു ചായ കുടിക്കുമ്പോൾ ഒരു കടയിൽ നോക്കി. ആ കട ഒരു റോഡ് സൈഡിൽ, ഒരു വനത്തിൻ്റെ സൈഡിൽ ആ കട നിൽക്കുന്നു. അവിടെ താണ്ടെ ഒരു വാഴ കൊലച്ച് നിൽക്കുന്നു. എൻ്റെ പാസ്റ്ററെ, അതിങ്ങനെ ചാഞ്ഞ് നിൽക്കുക. ഒരു ഒത പോലും, ഒതയെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ പറയുന്നത് എനിക്കറിഞ്ഞു. എന്താ വെച്ചാൽ ഒരു മുട്ട് പോലും കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് ഒരാളുടെ വലിപ്പമുണ്ടാക്കും. അത് കാറ്റടിച്ചിട്ടും അത് ഒടിയുന്നില്ല, അതിനെ ആരും വെട്ടാനും വരുന്നില്ല. നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ട്? അതൊരു കുന്നിൻ്റെ പുറത്തുനിന്ന് താഴോട്ട് കുഴിയിലോട്ട് കിടക്കുക, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ഓവർ കെയറിങ് കൊടുത്താൽ പൊട്ടുവത്. എന്നെ കേൾക്കുന്നുണ്ട്? ഇസാക്ക് വളർന്നോളും, നീ എന്നെ ശ്രദ്ധിക്കണ്ട. അത് ദൈവം തന്നതാണെങ്കിൽ അതിനെ വളർത്താൻ ദൈവത്തിനറിയാന്ന് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമ്യം പറ. നിനക്ക് കുഞ്ഞില്ലാതിരുന്നപ്പോൾ ദൈവം നിനക്ക് തന്നതാണെങ്കിൽ അതിനെ വളർത്താനും അതിനെ നടത്താനും എൻ്റെ ദൈവത്തിന് പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ തലമുറകളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കൈകളും ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. റീമാന സന്തര പ്രവാദന ശമർദ്ദന സന്തരം. ഇന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, തലമുറയെക്കുറിച്ചുള്ള എല്ലാ ടെൻഷനുകളും യേശുവിൻ്റെ നാമത്തിൽ വഴിമാറട്ടെ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്താട്ടെ. കമോൺ തലമുറയുള്ളവർ സ്തോത്രം ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ചോദിച്ചതിനും നനച്ചതിനും കാണാത്തതും കണ്ടിട്ടില്ലാത്തതും ആയ നന്മകൾ തലമുറകൾക്ക് വേണ്ടി ദൈവം തുറക്കും. നീ ദൈവത്തെ സ്നേഹിച്ചാൽ മതി. കൈകളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. കൈകളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ മിനിറ്റിൽ കർത്താവിനടുത്ത് പറഞ്ഞ ദൂത് നിങ്ങൾ മറന്നു പോകരുത്. ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ജനറേഷണൽ ബ്ലെസ്സിങ്ങുകൾ. അത് നിന്റെ അധ്വാനമല്ല, അത് നിന്റെ കഴിവല്ല, അത് നിന്റെ സമ്പാദ്യമല്ല, അത് നിന്റെ കൈക്കരുത്തല്ല, അത് സ്വർഗം തുറന്ന് തരുന്നതാണ്. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്ന് അടിച്ചതിനെ സ്വീകരിക്കുക. ലബ റബല സന്തോരിയ റഖബ ലബ ശതന സന്തര പ്രവാദന ലേറ്റേരിയ സന്തരെ പ്രബേതേരിയ ലാസ്മ. കൈയൊന്ന് അടിച്ചു വായ്കളെ തുറന്നതിനെ സ്വീകരിച്ച
കൈയൊന്ന് ഉയർത്തി തലമുറകളെ ഒന്ന് ബ്ലെസ് ചെയ്താട്ടെ. പാസ്റ്റർ, ഇത്രയും കണക്ട് ചെയ്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഞെട്ടലോടെ ഞാനിത് പ്രസംഗിക്കുക. കാരണം ഇത്രയും എനിക്ക് കണക്ഷൻ, ഓരോ വാക്കുകൾ നിർത്തുമ്പോൾ കർത്താവ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം എന്തോ ഈ ദൂത് ചലിക്കും. ഈ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തലമുറ നീ നോക്കണ്ട, സ്വർഗം അവരെ നോക്കുമെന്ന് ദൈവം കാണിക്കാൻ പോവാ. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചോണം. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ രാമൻ പറയണം, ശബ്ദം ഉയർത്തി രാമൻ പറയണം. തലമുറയെ നീ നോക്കണ്ട, ദൈവം അവരെ നോക്കിയെന്ന് ആമേൻ ദൈവം ചിലരെ തെളിയിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കൈയൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയർത്തണം. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരികയാണ്. ഇന്നോട്ട് ആ തലമുറയെ കുറിച്ചുള്ള ടെൻഷനുകൾ വിടുക, ഭാരങ്ങൾ വിടുക, പ്രയാസങ്ങൾ വിടുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അവർക്ക് വേണ്ടി കരുതുന്നത് വിശ്വസിക്കാൻ. എല്ലാ കൈകൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ റബ. ഇവിടെ ഒരു വാക്ക് ഇങ്ങനെ കിടക്കുന്നു, ഒന്നിലും വിചാരപ്പെടരുത്, ഒന്നിലും വിചാരപ്പെടരുത്. ആ കുഞ്ഞുങ്ങളുടെ വിഷയത്തെ നോക്കി ഒന്ന് സ്തോത്രം മാത്രം പറഞ്ഞേ, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ. ഈ ഇന്നത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നും നാളെയും ഇനി എത്ര ദിവസമുണ്ട് ഈ പ്രാർത്ഥന? ആ ദിവസങ്ങളിൽ നിങ്ങൾ തലമുറകളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയേ വേണ്ട. അയ്യോ, അങ്ങനെ ആരെങ്കിലും പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ദൂത് വെച്ച് ഞാൻ പറയാം, അവർക്ക് വേണ്ടി ഒരു സ്തോത്രം പറഞ്ഞാൽ മതി. അവർക്ക് വേണ്ടി ദൈവം കരുതുന്നു, നീ കാണും. അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുവോ? അതിശയം എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? അസാധാരണമായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? വിശ്വസിക്കാൻ വിശ്വസിക്കാൻ. അവരെ നോർത്ത് ഒന്നും കൂടെ സ്തോത്രം ചെയ്താട്ടെ. കൈ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ഒരു മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുകയല്ല, ആത്മതലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രൊഫറ്റിക്കൽ വേർഡ് പറയുക. വിശ്വസിക്കുകയാണെങ്കിൽ ആമേൻ പറയുക. അത്ഭുതം കാണും. ചില തലമുറകൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണും. ചിലർക്ക് വേണ്ടി ദൈവപ്രവൃത്തികൾ കാണും. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ പറയാത്ത വാക്കാണ് ഒരു സെക്കൻഡ് മുമ്പേ ഞാൻ പറഞ്ഞത്. തലമുറയെ നീ നോക്കണ്ട, ദൈവം നിന്റെ തലമുറയെ നോക്കും. വിശ്വസിക്കുന്നവർ രാമേം പറയുക. ഒരു ജനറേഷൻ ബ്ലെസ്സിങ് നിന്റെ മേൽ വീഴുകയാണ്. അച്ഛാ, എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഈ മുറിച്ചു മാറ്റാൻ പറ്റാത്തതും ഒരാളിൽ വീണാൽ അത് കുറഞ്ഞതൊരു 10 പേരെയെങ്കിലും പിടിക്കുന്ന തലത്തിൽ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ കൈമാറ്റം ഇന്ന് രാവിലെ ചിലടമേൽ കൈമാറും. വിശ്വസിക്കുന്നവർ രാമേം പറയുക. നീ ഒരാൾ കർത്താവിന് വേണ്ടി നിന്ന കാരണത്താൽ വരാൻ പോകുന്ന കൊച്ചുമക്കൾ അകൃതി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി മാറാൻ പോവാ. നീ കരഞ്ഞതുകൊണ്ട് നിന്റെ തലമുറകൾ മുഴുവനും കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന അളവിൽ ദൈവം ചിലരെ മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈയൊന്ന് അടിച്ച്, എനിക്ക് ശബ്ദത്തിന്റെ കുറവുണ്ട്, കൈയൊന്ന് അടിച്ച് 1 മിനിറ്റ് ശബ്ദം ഉയർത്തി പിടിച്ചേ അതിനൊന്ന് പ്രാപിച്ച്. വിശ്വസിക്കുന്നവർ പ്രാപിച്ചോണം, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോണം. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാ, തലമുറയെ കുറിച്ചുള്ള വിഷയങ്ങളുടെ അകത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്.
കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാനൊരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയണം. ഒരു വരി പാടുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയണം. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. കൈകൾ ഉയർത്തി പറഞ്ഞ്, ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു. കൈയൊന്ന് ഉയർത്തി പറഞ്ഞേ, ദൈവമെനിക്കനുകൂലം, അതു നന്നായി. ദൈവമനുകൂലമെങ്കിൽ ആരെനി. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, ദൈവമേ രാസ്മാനാസിതേരിയ ആരെനി. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് തലമുറകൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്ത. ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നെന്ന്, ദൈവം കൂടെ ഉണ്ടെന്ന്, ആ വിഷയത്തിനകത്തൊരു വലിയ സമാധാനം ഈ ടൈമിൽ കർത്താവ് കൽപ്പിക്കുകയാണ്. കൈകളെ ഉയർത്തി ഒന്ന് അവരെ ഒരു പ്രാവശ്യം ഒന്ന് അനുഗ്രഹിച്ച് ഒരാമയം പറഞ്ഞാട്ടെ. അടുത്ത വാക്ക് കേട്ടോണം. നീ സ്നേഹിച്ച. പറഞ്ഞ എല്ലാവരും പറഞ്ഞേ, നന്നായി പറഞ്ഞാട്ടെ. കർത്താവ് ചിലരെ തൊടുന്നുണ്ട്. നീ സ്നേഹിച്ച. പക്ഷെ നീ ആരെയായിരുന്നു സ്നേഹിക്കണ്ടേ? നീ സ്നേഹിക്കേണ്ടത് സാറയല്ല, നീ സ്നേഹിക്കേണ്ടത് ഇസഹാക്കിനെയല്ല, നീ സ്നേഹിക്കുന്ന നിന്റെ ഒട്ടകങ്ങളെയല്ല. നീ സ്നേഹിക്കേണ്ടത് എപ്പോഴും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവ് ചിലരെ തൊടുന്നു. എല്ലാരെ അല്ല, ചിലരെ. സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ. എൻ്റെ മനസ്സിലേക്ക് തരുന്ന വാക്കുകളും വരികളോ ഞാൻ പറഞ്ഞ്, അവനെ കണ്ട അവനെ സ്നേഹിച്ചോണം. കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവ് ചിലരെ തൊടുന്നു. കർത്താവ് ചിലരെ തൊടുന്നു. മറ്റൊന്നിൽ സന്തോഷിക്കരുത്, മറ്റൊന്നിൽ നീ ആശ്രയിക്കരുത്, മറ്റൊന്നിൽ ആനന്ദിക്കരുത്. ഈ പകൽക്കാലം ചിലർക്ക് യഥാസ്ഥാപനം ഉണ്ടാകട്ടെ, റെസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ. അച്ഛാ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, അച്ഛൻ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈയൊന്ന് ഉയർത്തി അച്ഛാ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കൈയൊന്ന് ഉയർത്തി പിടിച്ചൊന്ന് എഴുന്നേറ്റ് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നിങ്ങൾ കണ്ടത് സ്നേഹത്തെയാണ്. ആമേൻ. അതാ പറയുന്ന ലോക സ്നേഹം ഒഴിഞ്ഞു പോകും. ഒരിക്കലും ഒഴിയാത്തൊരു സ്നേഹമുണ്ട്, അത് യേശുവിൻ്റെ സ്നേഹമാണ്. കൈകളൊന്ന് ഉയർത്തി അവനെ ഒന്ന് കണക്ട് ചെയ്താട്ടെ. യേശുവേ, യേശുവേ എന്ന് വിളിച്ച. ഒരു മിനിറ്റ്, എല്ലാ കൈകളൊന്ന് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച. പ്രഭാതന സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? കൈകളൊന്ന് ഉയർത്തി പറഞ്ഞു. സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ. എത്ര പേർക്ക് സ്നേഹം വേണം? എത്ര പേർക്ക് സ്നേഹം വേണം? കർത്താവ് ഭയങ്കരമായിട്ട് വിളിക്കുന്നു. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ്റെ ആത്മാ പാടും ഹല്ലേലൂയ. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞു. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ്റെ ആത്മാ പാടും ഹല്ലേലൂയ.
എന്നുയർച്ചയിലും എൻ്റെ താഴ്ചയിലും എൻ്റെ ആത്മാ പാടും ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറഞ്ഞേ, എൻ്റെ ഉയർച്ചയിലും എൻ്റെ താഴ്ചയിലും എന്നാത്മാ പാടും ഹല്ലേലൂയ. കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിന്റെ സ്നേഹം എങ്ങും മാറിപ്പോകല്ലേ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾ എന്നെ നോക്കി, എന്നെ നോക്കി. നിങ്ങൾ ആ സ്നേഹം വേറെ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു നോക്കി. അവിടെ വെച്ചാൽ ലോക്കാകുന്നേ, അവിടെ വെച്ചാൽ നമ്മൾ പൂട്ടപ്പെടുന്നേ, അവിടെ വെച്ചാൽ നമ്മൾ വേഗത കുറയുന്നേ. കർത്താവിന് ഈ മേഖല ഇച്ചിരി അസൂയ നമ്മളോടുണ്ട്. കർത്താവിന് നിങ്ങളെ വേണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞ്, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. കർത്താവിന് നിന്നെ വേണം. ശുശ്രൂഷ എടുത്ത് ഒത്തിരി തലയിൽ വെക്കരുത്. എപ്പോഴെപ്പോഴും ചർച്ച എന്ന് പറയരുത്. എപ്പോഴെപ്പോഴും മക്കളെന്ന് പറയരുത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പെട്ടെന്ന് ഈ പ്രയർ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അടുത്ത നിങ്ങളെ പെട്ടെന്ന് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ സഭാരാധന കഴിഞ്ഞ് ഓടിപ്പോകുന്ന എന്തിനാ? അത് ആഹാരം കഴിക്കാനാണെങ്കിൽ, അത് മൊബൈൽ ഫോൺ എടുക്കാനാണെങ്കിൽ, ഉറങ്ങാനാണെങ്കിൽ, ഒന്നിനും നമ്മുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഞാൻ ഒരിക്കലും അപ്പുറത്തുള്ള ആൾക്കാരത്തല്ല പറയുന്നത്, വിളിക്കപ്പെട്ടവരത്താ പറയുന്നത്. കർത്താവിന് നിങ്ങളെ വേണം. മനസ്സിലാകുന്ന ഒരു കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു. അവിടെ ആ വാക്ക് നിങ്ങളോട് ഞാൻ പറയുക, നീ സ്നേഹിച്ച ആ വാക്കെന്ന് പറഞ്ഞ്, അവിടെ ഒരു വല്ലാത്തൊരു ദൈവത്തിൻ്റെ വികാരവും പെയിനൊക്കെ അവിടെ കാണാൻ പറ്റുന്നു. നീ സ്നേഹിച്ച. അപ്പോൾ ആ സ്നേഹത്തോടുള്ളൊരു പരിശോധനയായിരുന്നു അബ്രഹാമിൻ്റെ പരിശോധന. അപ്പോൾ ദൈവം പരിശോധിച്ചപ്പോൾ അവിടെ ദൈവം മുമ്പിൽ വെക്കുന്നൊരു കാര്യം, ഇവൻ ഇത് പറയുമ്പോൾ കേൾക്കൂ. എന്നോടുണ്ടോ? അവിടെ ആ മറ്റൊരു സ്ഥലത്ത് പറയുന്ന വാക്ക് സ്നേഹിച്ചതിനെ കൊല്ലുക എന്ന്. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം, സ്നേഹിച്ചതിനെ കൊല്ലണം. അടുത്തിന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, സ്നേഹിച്ചതിനെ കൊല്ലണം. അയ്യോ, ഈ വാക്ക് മിക്കവാറും പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ വീട്ടിൽ പോയി കൊലപാതകമൊന്നും ചെയ്യല്ലേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? സ്നേഹിച്ചതിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ സ്നേഹിച്ചതിനെ എടുത്തു മാറ്റിയിട്ടു കർത്താവിനെ എടുത്ത് അവിടെ വെക്കണം. മനസ്സിലായവർ കൈ ഉയർത്തി ഒരാമയും പറഞ്ഞാട്ടെ. സ്നേഹിച്ചതിനെ കൊല്ലണം. അത് പണമാണെങ്കിൽ കൊല്ലണം, എന്തു ആയാലും കൊല്ലണം. ഓക്കെ, ഞാൻ അതിൽ നിന്ന് മാറുക. അടുത്ത വാക്യം അവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞെടുത്ത്, ഞാൻ കൽപ്പിച്ചെടുത്ത് നീ പോയി യാഗം കഴിക്കണം. ഒന്ന് പറഞ്ഞേ, പറഞ്ഞെടുത്ത്, ഞാൻ കൽപ്പിച്ചെടുത്ത് നീ പോയി യാഗം കഴിക്കണം. അപ്പോൾ ഉപാധികളുണ്ട് ഇവിടെ. എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് എന്തും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ചിലത് പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം മുങ്ങണമെന്ന് വെച്ചാൽ 7 പ്രാവശ്യവും മുങ്ങണം. എൻ്റെ കൂടെ ഉണ്ടോ? ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞാൽ ക്രൂശ് എടുക്കണം. ക്രൂശ് ആരെങ്കിലും എടുത്ത് വേറെ ആരെങ്കിലും ക്രൂശിൽ കയറത്തില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ചിലത് ചെയ്യുന്നത് നഷ്ടമല്ല എന്ന് പിന്നെ മനസ്സിലാകും. ഞാൻ ചിലരോട് ഞാൻ പറയുന്നു, ചിലത് ചെയ്തത് നഷ്ടമല്ല എന്ന് പിന്നെ മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന ഓരോ ടൈമുകളും നഷ്ടമല്ല എന്ന് ദൈവം തെളിയിക്കും. ഇനി നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞോ, അതും കൂടെ പറയാനുള്ള സമയമുള്ളൂ. രാത്രി എത്ര പേര് വരും?
എല്ലാവരും വരും. സത്യമാണ്, നിങ്ങൾ കഴിഞ്ഞ വട്ടം എന്നെ പറ്റിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, രാവിലത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു ഭയങ്കര മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എല്ലാവരും രാത്രി വരുമെന്ന്. അന്ന് ആരും വന്നില്ല. പിന്നെ എല്ലാവരും ദൈവകൃപയിൽ ചർച്ച വേറെ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഇപ്പം പറയണം, ഇതിവിടെ വെച്ച് പ്രസംഗിച്ചങ്ങ് നിർത്താനാ. കാരണം രാത്രി വേറെ ദൂതെടുക്കാൻ തരും. ഇത് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. പറഞ്ഞേ, ഞാൻ എന്താ പറഞ്ഞത്, പറഞ്ഞെടുത്ത് പോകണം. ഇവിടെ ഒരു ഭയങ്കര ചിന്ത പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഈ നമ്മളെപ്പോഴും ചോദ്യം ചോദിക്കും, അത് അങ്ങനെ വേണോ, അത് ഇങ്ങനെ ആയാലോ. അറ്റ്ലീസ്റ്റ് അത് പാസ്റ്ററിനോടെങ്കിലും പറഞ്ഞോ, പക്ഷെ ദൈവത്തോട് പറയരുത്. എന്നെ കേൾക്കുന്നുണ്ട്? ദൈവം പറഞ്ഞതുപോലെ ചെയ്യണം. ഈ അബ്രഹാം താമസിച്ച സ്ഥലത്ത് മലയ്ക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നു. മലയ്ക്കും കുന്നിനും. ഇവിടെ മല വല്ലതും ഉണ്ടോ അടുത്ത് വല്ലതും? ഒരു കുന്നെങ്കിലും കാണാതിരിക്കത്തില്ലല്ലോ. ഉണ്ടോ ഇവിടെ? പറ. ഉണ്ട്. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കുന്ന് കാണത്തില്ല അച്ഛാ? ഉണ്ട്. അബ്രഹാം താമസിച്ചെടുത്ത് മലയ്ക്കോ കുന്നിനോ ഒന്നും ഒരു കുറവുമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഈ പറഞ്ഞെടുത്ത് തന്നെ പോകണം. ഓപ്ഷനില്ല അവിടെ. ഓപ്ഷനില്ല, വേറെ ഓപ്ഷനില്ല. അത് 3 ദിവസത്തെ യാത്രയാണ്. 1, 2, 3. കേൾക്കുന്നുണ്ടോ? 1, 2. നമ്മളിത് പാസ്റ്ററെ കൊച്ചിനെയും കൊണ്ടൊക്കെ എങ്ങനാ രാത്രി വരാമേൻ പറഞ്ഞാട്ടെ. പാസ്റ്ററെ കൊച്ചിനെയും കൊണ്ടൊക്കെ എങ്ങനാ രാവിലെ. കേക്ക്. ഈ മഴയത്തൊക്കെ, ഈ ചൂടത്തൊക്കെ, ബസ്സും ഇല്ല, വണ്ടിയില്ല, അവധിയായിട്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വല്ലവരൊക്കെ ജീവനോടുണ്ടോ? അവരാ ഒത്തിരി ഓപ്ഷൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് അടുത്ത ഏതെങ്കിലും മലയിൽ കയറി കാര്യം ചെയ്യാനുള്ള പരിപാടിയല്ല. കേൾക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതൊരു 3 ദിവസത്തെ യാത്രയാണ്. എന്തിനാ ഈ 3 ദിവസം ഇട്ടെ? 3 ദിവസം എന്തിനിട്ടെ? അടുത്ത ഏതെങ്കിലും മല. ഇപ്പം ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഈ വിശ്വാസം ഇടയ്ക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരാമേൻ പറഞ്ഞാട്ടെ. പാസ്റ്റർ, ഞാൻ പച്ചയായിട്ടൊക്കെ പറയാം, ഇത് വഴിക്ക് വെച്ച് ഇടയ്ക്ക് പോകുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്തായാലും കർത്താവ് പറഞ്ഞത് അനുസരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും കയറി ഒരു പരിപാടി ചെയ്ത് ഇസഹാക്കിനെ കൊന്ന്, കർത്താവെ ഞാൻ പറഞ്ഞത്, നീ പറഞ്ഞത് ഞാൻ ചെയ്തെന്ന് പറയും. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇവിടെ? പക്ഷെ ഇത് ഈ 3 ദിവസം ഇട്ടത് യവന് സംശയിച്ച് ഇത് ചെയ്യാതിരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ ഉണ്ടാക്കും. ആരെങ്കിലും ഉണ്ടോ ജീവനോടെ ഇവിടെ? 3 ദിവസമൊക്കെ നിങ്ങൾ പിടിച്ചിരിക്കുമോ? എനിക്കറിഞ്ഞൂടാ. 1-ാമത്തെ ദിവസം കഴിഞ്ഞ് വൈകുന്നേരം അങ്ങോട്ട് പോകുമ്പോൾ ഈ ചെറുക്കൻ്റെ ചിരി കാണുമ്പോൾ ഇവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഓപ്ഷൻ വേറെ ഉണ്ടല്ലോ, ഇസ്മായിൽ ഉണ്ടല്ലോ. ഒരാമയും പറഞ്ഞാട്ടെ. വേറെ എത്ര ഓപ്ഷനുണ്ട്. യാഗം കഴിച്ചാൽ പോരെ, എന്തെങ്കിലും ഒന്ന്. ഇതാണെങ്കിൽ ഒരു ശല്യം കൂടാ, ഇതിങ്ങനെ അങ്ങ് തീരും. ഒരാമയും പറഞ്ഞാട്ടെ. നമ്മൾ ഈ ശല്യങ്ങളെയാണ് പലപ്പോഴും കർത്താവിന് കൊടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ളവരെ കൊടുക്കുന്നത്. അങ്ങനെയല്ല. ഏറ്റവും നല്ലത് നീ സ്നേഹിച്ചത്. ഒരാമയും പറഞ്ഞ ഏറ്റവും നല്ലത് നീ, എന്നോടല്ല നിങ്ങളോട് കൈ ഉയർത്തി പറഞ്ഞ്, ഏറ്റവും നല്ലത് നീ സ്നേഹിച്ചത്. കൈ ഉയർത്തി പറഞ്ഞ്, ഏറ്റവും നല്ലത് സ്നേഹിച്ചത്. ഇനി ആ ചിന്ത പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും തോന്നുന്നു. ഞങ്ങളെ 3 ദിവസം ഇട്ട് വട്ടാക്കി കളഞ്ഞു. എൻ്റെ ഭാഷയാണ്. 1-ാം ദിവസം വൈകുന്നേരം ഈ ചെറുക്കൻ ചിരിച്ച് കാണിച്ചാണ്, പപ്പാന്നോ എന്തെങ്കിലും മിണ്ടി കാണും. പിന്നെ ഈ യാത്രയിൽ 2 പേരും കൂടെ ഉണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ? യവന്മാർ ഇതുമായി ബന്ധപ്പെട്ട ദൂത് പറഞ്ഞില്ലേലും എന്തെങ്കിലും ഒരു കമൻ്റ് അടിച്ച് കാണും. ഞങ്ങൾ ഈ മീറ്റിങ്ങിന് പോകുമ്പോൾ കാറിൽ ചിലരെ കൊണ്ടുപോകാറുണ്ട്. ചിലരെ കൊണ്ടുപോകുമ്പോഴേ അറിയാം, അവിടെ ചെല്ലുമ്പം പിന്നെ ഉള്ള വിഷയം കൂടെ പോകും. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിലരുടെ ബസ്സിൽ വന്നാൽ മതി, അത്രയും മതി. ഒരാമയും പറഞ്ഞാട്ടെ. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പക്ഷേ നോക്കിയേ, അബ്രഹാം ഈ 2 ബാല്യക്കാരെ കൂടെ ഈ യാത്ര ചെയ്യുമ്പോൾ ഉറപ്പായി സംശയം ഉണ്ടാകാൻ
സാധ്യതയുണ്ട്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ദൂത് ഓർപ്പിക്കും. നിങ്ങൾ കേട്ടോണേ, എന്നെ നോക്കുകയാണേ, ദൂത് ഓർപ്പിക്കും. പണ്ട് ദൂതനിറങ്ങി 75-ാമത്തെ വയസ്സിൽ ഞാൻ നിനക്കൊരു തലമുറയെ തരുമെന്ന് പറഞ്ഞാൽ ദൂത് ഇടയ്ക്കിടയ്ക്ക് ഈ മനസ്സിൽ തികട്ടി വരും. അന്നേരം സംശയവും, ദൈവം തന്നതിനെ ദൈവം കൊല്ലാൻ പറയുമോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 2-ാമത്തെ ദിവസം തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കേൾക്കുന്നോ? സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുള്ള ദൂത് മനസ്സിൽ കയറി വരും. ഈ ദൂതുകൾ കൺഫ്യൂസ്ഡ് ആക്കും. ആരെങ്കിലും ഉണ്ടോ? പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഈ ചിലരുടെ ആവേശം കാണുമ്പോഴേ അറിയാം ഇത് 3 ദിവസം ഓടത്തില്ലെന്നറിയാം. ഒരാമയും പറഞ്ഞാട്ടെ. ചിലർ പാസ്റ്ററെ ഞാൻ 21 പറയുമ്പോഴേ അറിയാം ഇത് 2-ാമത്തെ ദിവസം ഇത് തീരും. ഒരാമയും പറഞ്ഞാട്ടെ. ചിലർ അമ്മേ ഞാൻ 21 ദിവസം ഉപവസിക്കുമെന്ന് പറയുമ്പോഴേ അറിയാം ഇവിടം കൊണ്ട് അവസാനിക്കും, എങ്ങും എത്തത്തില്ലെന്ന്. പക്ഷെ ഈ അബ്രഹാമിന്റെ വിശ്വാസം, ഇവനെ വിശ്വാസികളുടെ പിതാവെന്ന് നാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നാളെ ആരും എടുത്തോണ്ട് വരരുത്. ഇതൊരു തട്ടിക്കൂട്ട് വിശ്വാസമാണ്. നാളെ ലോകം പറയാതിരിക്കാൻ വേണ്ടിയാ ഈ 3 ദിവസത്തെ യാത്ര. ആർക്കെങ്കിലും മനസ്സിലാകുന്നെങ്കിൽ കൈ ഉയർത്തി രാമൻ പറഞ്ഞോണം. കിട്ടുന്നുണ്ടോ മോനെ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നാളെ ഇവനെ വിളിക്കുന്നത് എന്തുവാ? വിശ്വാസികളുടെ. അപ്പോ അത് വിശ്വാസത്തോട് ഫൈറ്റ് ചെയ്ത് തന്നെ ആ പേര് വിളി നീ കേൾക്കണം. നീ എന്തിനോട് ഫൈറ്റ് ചെയ്യുന്നോ അതിൻ്റെ തലയാക്കി ദൈവം നിന്നെ മാറ്റും. കേട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തി രാമൻ പറയണം. നീ എന്തിനോട് എതിർക്കുന്നോ അതിൻ്റെ ഒരു അധികാരം ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ റസ്മാന സന്ദന പ്രബോധന. വിശ്വസിക്കുന്നവർ 1 മിനിറ്റ് കൈയൊന്ന് ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ലസ്മാന സന്ദന പ്രബോധന റീഖതേരിയ സന്ദന പ്രബോധന സദരബ റീസ്മേതേരിയ പ്രബോധന സദരബ. ആമേൻ. ഇവിടെ ഇത് പറയുമ്പോൾ ഒരു വാക്ക് പറയാറുണ്ട്. ഈ അബ്രഹാം രാവിലെ പോയെന്ന് അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്. ആ വാക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു. രാവിലെ പോയി. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ്. അതുകൊണ്ട് പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം കാണുമായിരിക്കും. പറഞ്ഞു രാവിലെ, അതിരാവിലെ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ഇവിടെ ഒരു ഭയങ്കര പ്രിപ്പറേഷൻ കാണാൻ പറ്റും. രാമൻ പറഞ്ഞാട്ടെ. ഇവിടുത്തെ ഞായറാഴ്ചത്തെ മീറ്റിങ്ങിന് വരുന്ന ഒരു കൈ ഉയർത്തി കാണിച്ചേ. നിങ്ങൾ എന്തെങ്കിലും യോ ഇന്ന് ഞായറാഴ്ച ആയിരുന്നോ ദൈവമേ എന്ന് പറഞ്ഞ് വന്നാൽ ദൈവം നിന്നെ തൊടത്തില്ല. ഈ ചിലർ രാവിലെ അറിയുന്നു ഇന്ന് ഞായറാഴ്ചയാന്ന്. രാമൻ പറഞ്ഞാട്ടെ. അങ്ങനല്ല, ഇതിനകത്തൊരു ഒരുക്കം ഉണ്ടാകണം. പണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് ഈ ആഴ്ചത്തേനുള്ള മന്ന തരണേന്ന്. കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ? കേട്ടിട്ടുള്ളവർ? അപ്പോൾ ആ ദിവസങ്ങളിൽ അവരെ നിർത്തുന്ന മന്നയ്ക്ക് വേണ്ടി ഒരുങ്ങണം. എന്നെ കേൾക്കുന്നുണ്ടോ? തലേന്ന് റെഡി ആയെങ്കിലേ ഈ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. രാമൻ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വരാൻ വേണ്ടി ഇന്നലെ രാത്രിയിലെ എല്ലാം റെഡിയായി. 12 മണിയായപ്പോൾ എല്ലാം സെറ്റായി. രാമൻ പറഞ്ഞാട്ടെ. നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ടുള്ളവരൊന്ന് കൈ കാണിച്ചാട്ടെ. പ്ലെയിനിൽ കയറിയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിച്ചാട്ടെ. നന്നായി ഉയർത്തി കാണിക്കണേ. താത്തിട്ടല്ലേ? വെളുപ്പിലെ 5:30 കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എങ്കിൽ 2 മണിക്കൂർ കിടന്നാൽ ഒരു ഞെട്ടല. ഒരാമയും പറ. ആണോ? കട്ടിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ എയർപോർട്ടിലായിരിക്കും. രാമൻ പറഞ്ഞാട്ടെ. ഈ ആരാധനയിൽ ഈ മനോഭാവം ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം ഈ ചിലരുണ്ട് ഈ ഉപവാസ പ്രാർത്ഥന എടുക്കുമ്പം ഉപവസിച്ചങ്ങ് വല്ലാതായിപ്പോവും. പാസ്റ്റർ കൈ അടിക്കുമ്പോൾ പോലും ത്രാണി പോലും കാണത്തില്ല. ചിലർ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വേണ്ടി തലേന്ന് മൊത്തം ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും, പക്ഷെ ഇവിടെ വന്നിരുന്ന് ഉറങ്ങും. ഒരാമയും പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങൾ എന്നെ കേൾക്കുന്നു, വിശ്വസിക്കുന്നു.
ഈ മനസ്സിനകത്തൊരു അസ്വസ്ഥതയുണ്ട് ഈ ആരാധനയെക്കുറിച്ച്. അബ്രഹാം തലേന്നൊരുങ്ങി എല്ലാം റെഡിയാക്കി. ഈ രാവിലെ സാറയെടുത്ത് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരാമയും പറഞ്ഞാട്ടെ. ചിലരോട് രാവിലെ കൈ കൊടുക്കാതിരിക്കുന്നേ നല്ലത്. ഞാൻ നിങ്ങളോടാ പറഞ്ഞു. ഒരാരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ മാക്സിമം അന്ന് ഫോൺ വിളിച്ചുകൊണ്ട് വരരുത്. എൻ്റെ കൂടെ ഉണ്ടോ പാസ്റ്റർ? ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഞാൻ നിർത്താം. ഓക്കെ, ഒരു 10 മിനിറ്റ് എന്നാൽ പിന്നെ. ഓക്കെ, താങ്ക് യു. ഈ എന്തോ നിങ്ങൾക്ക് പ്രയോജനമുള്ളതാ പറയുന്നത്. നിങ്ങൾ ഈ രാവിലെ തൊട്ട് ഈ ഫോൺ വിളിച്ച് നമ്മുടെ സഭയിലേക്ക് വരിക. കുടുംബമായിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി. കുടുംബമായിട്ട് ഇവിടെ വന്നിരിക്കുന്നവർ, ഇവിടെ ഒപ്പമുള്ളവർ. ഓക്കെ, എനിക്ക് ഇച്ചിരി വിഷമാവാത്ത ആരെയുണ്ട്? ഞാൻ എന്ത് പറഞ്ഞാലും വിഷമാകത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്? അങ്കിളിനെ പറഞ്ഞോട്ടെ. അങ്കിളിൻ്റെ കുടുംബം എവിടെ? ഏതാണ്ട് ആ അങ്കിളിനെ കാണിക്കുക അവൾ കറക്റ്റായിട്ട്. ഓക്കെ, രാവിലെ ആരാധനയ്ക്ക് വരുക. രാവിലെ ആരാധനയ്ക്ക് വരുമ്പോൾ അച്ഛൻ ചോദിക്കും ചീപ്പ് എവിടെ എന്ന് ചോദിക്കും. എടി എൻ്റെ ചീപ്പ് എവിടെ? അന്നേരം അമ്മാമ്മ ഇവിടെ കറി വെക്കണം, ചോറ് വെക്കണം, ബീഫ് വെക്കണം. അന്നേരം ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ക്ലാഷായേ, രാമയും പറഞ്ഞാട്ടെ. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് തോർത്തുകൊണ്ട് കട്ടിലയിലിട്ടു. അമ്മാമ്മ കിടക്കുന്ന കട്ടിലയിലാണോ? പിന്നെ ഇവിടെ വന്ന് പാസ്റ്റർ എത്ര പ്രസംഗിച്ചാലും വല്ല ഏക്കോ? നിങ്ങൾ തലേന്ന് ഒരുങ്ങുക. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു രാമയും പറഞ്ഞാട്ടെ. നിങ്ങളുടെ മനസ്സ് കലങ്ങാതെ നിങ്ങൾ ആരാധനയ്ക്ക് വരണം. കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയൊരു സ്തോത്രം പറ. നിങ്ങൾ വളരെ ഒരുക്കത്തോടെ വരണം. ഒരു 3 ദിവസം പൊറോട്ട അടിച്ച്, ഞായറാഴ്ച ഇന്ന് പൊറോട്ട അടിച്ച് എവിടെ വരും? വ്യാഴം വരും അല്ലേ? ഓ, അത് പാടായി. ഒരു ദിവസം മതി. ഒരു ശനിയാഴ്ച പിടിക്കാമോ? ശനിയാഴ്ച തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ദാസനെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണേ, ഞങ്ങളോട് ഇടപെടണമേ. ഇവിടെ വന്ന് വർഷിപ്പ് ലീഡറിന്റെ പാട്ട് കേട്ടല്ല കണ്ണ് നിറയണ്ടേ. വീട്ടിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരണം. അടുത്ത വാക്ക്, ഈ ചിലരോട് സംസാരിക്കണ്ട, അതവിടെ വെച്ച് അങ്ങ് ഒഴിവാക്കുക. അന്ന് സാറയോട് സംസാരിച്ചായിരുന്നു വല്ലതും നടക്കുമായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടോ? കുടുംബ പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അന്ന് ചായക്ക് മധുരം ഇല്ലെങ്കിലും ഒന്നും പറയല്ലേ. എൻ്റെ കൂടെ ഉണ്ടോ? ഒന്നും മിണ്ടല്ലേ. കേൾക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ? എല്ലാം ചിരിക്കുന്നുണ്ട്. അന്ന് ഇച്ചിരി താമസിച്ചാലും ഒന്നും വഴക്കുണ്ടാക്കരുത്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകരുടെ വിഷയം, ഞാൻ ഇപ്പോൾ ഒരു പാസ്റ്ററും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയാം. ഞങ്ങൾക്ക് 1000 രൂപ തന്നാലൊന്നും സന്തോഷമാകത്തില്ല. സമയത്തിന് നേരത്തെ വന്നാൽ ഭയങ്കര സന്തോഷമാണ്. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് വെക്കാൻ പോവാം. ആരാധിക്കുന്നവരെയും ദൂത് കേൾക്കുന്നവരെയും കൈയടിക്കുന്നവരെയും ദൈവത്തെ സ്നേഹിക്കുന്നവരെയും പാസ്റ്ററിന് ഒത്തിരി ഇഷ്ടമാണെന്ന് ഫ്ലെക്സ് വെക്കാൻ പോവാം. ഒരാമയും പറഞ്ഞാട്ടെ. കേട്ടവരൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അതാ പൗലോസ് പറഞ്ഞ, ഞങ്ങളെ തണുപ്പിക്കുന്നവരായി നിങ്ങൾ മാറണം, ഞങ്ങളെ ചൂടാക്കരുത് കേട്ടോ. ഇവിടെ ഇന്ന് വന്ന എല്ലാവരും ഞാൻ കർത്താവിൽ നന്ദി പറഞ്ഞു. ഇത്രയും നല്ലൊരു കൂട്ടം എനിക്ക് അറിഞ്ഞൂടാ. പ്രസംഗിച്ചത് 1.5 മണിക്കൂർ അറിഞ്ഞില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ഒരാമയും പറഞ്ഞാട്ടെ. അടുത്ത വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം പ്രാർത്ഥിക്കാം. നിങ്ങൾ ബാക്കി നിയോഗം ഉണ്ടെങ്കിൽ രാത്രി തൊടാം. ദൈവം തന്നോട് കൽപ്പിച്ച ആ സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്ത് ചെന്നു. അവിടെ ദൂരെ നിന്ന് അത് കണ്ടു. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ അതൊന്ന് കണ്ടേ, ഇമാജിൻ ചെയ്തേ. ആ സ്ഥലം ദൂരെ ഇന്ന് കണ്ടിട്ട് എന്തോ കണ്ടേ? അവിടെ സ്വിമ്മിംഗ് പൂൾ അല്ല, ഹോട്ടലല്ല, കണ്ടേ? മിണ്ടിയേ. അവിടെ നമ്മുടെ എന്തോ പറയുന്നേ, അവിടെ ബിരിയാണി ഇരിക്കുമല്ല, അവിടെ തുണിക്കടയല്ല, അവിടെ തൻ്റെ കൊച്ചിനെ കൊല്ലുന്ന സ്ഥലമാ ദൂരെ നിന്ന് കണ്ടത്. തിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. തിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പൈശാചിക ലോകം മൊത്തവും യേശു കർത്താവ് ഇങ്ങനെ ക്രൂശിൽ കിടന്നപ്പോ, അല്ലെങ്കിൽ യേശു ക്രൂശിലേക്ക് പോകുന്ന ആ സമയത്തിന്
ഇവൻ ആ ക്രൂശിൽ നിന്ന് പിന്മാറണമെന്ന് ചിന്തിച്ചതുപോലെ തന്നെ അബ്രഹാം ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ചിന്തിച്ചു. ദൂരത്ത് നിന്ന് കണ്ടു, പിന്മാറാൻ സാധ്യതയുണ്ട്, പക്ഷേ പുറകോട്ട് പോയില്ല. അടുത്ത വാക്കിങ്ങനെയാണ്, അവർ ഒരുമിച്ച് നടന്നു. കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറയണം. കൈ ഉയർത്തി ഒരു ആമേൻ പറയണം. ലസ്മാന സാന്തര പ്രഭാതന, അവർ ഒരുമിച്ച് നടന്നു. ഇന്ന് രാത്രി ഈ ദൂത് പറയാനുള്ള സമയം എൻ്റെ മുമ്പിലുള്ളൂ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം പറയണം. പുറകോട്ട് മാറരുത്. ചിലത് നിന്നെ മുമ്പിൽ കാണിച്ചു തന്നാലും, പൈശാചിക ലോകം മുഴുവനും നീ പരാജയപ്പെടുന്നത് നോക്കി നിന്നാലും ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകരുത്. ഇന്ന് രാവിലെ ഞാൻ സഭയോട് പറയുകയാണ്, ഒരുമിച്ച് നടക്കുക. കൈ അടിച്ച് ഒരു മിനിറ്റ് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. എന്നോട് അച്ഛാ, കർത്താവ് ഇങ്ങനെ പറയുന്നു, സഭ ഒരുമിച്ച് മുമ്പോട്ട് നടക്കാനും, സഭ ഒരുമിച്ച്, ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് രാത്രി മുമ്പോട്ട് നടക്കാൻ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. കുടുംബങ്ങൾ ഒരുമിച്ച് നടക്കട്ടെ. കയ്യൊന്നടിച്ച് 60 സെക്കൻഡ് കരമടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം. വിശ്വസിക്കുവാണെങ്കിൽ വിശ്വസിച്ചോണം. ഇത് ഒരു നിർണായകമായ ടൈമാണ്. ചിലപ്പോൾ ചിലർ ഇത് കണ്ട് പേടിച്ച് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവാത്മാ പറയുന്നു, ഒരുമിച്ച് മുന്നോട്ട് നടക്കുക. ഇതാരോടാ ഞാൻ പറയുന്നത്? ഇതിനകത്തൊരു പ്രവചന തലമുണ്ട്, ഇതിനകത്തൊരു പ്രവചന ശബ്ദമുണ്ട്. കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക, പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിക്കുക. ഇന്ന് രാവിലെ നീ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ചില സാഹചര്യങ്ങൾ നിന്നെ പുറകോട്ട് നടത്താൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവാത്മാവ് പ്രവചിക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് നടക്കുക. പ്രബോധന ഒന്ന് കൈയൊന്ന് ചേർത്തടിച്ച് 60 സെക്കൻഡ് അന്യഭാഷകളിൽ ഈ ദൂത് ചിലരോട് ഇടപെടുന്നു. ഈ ദൂത് ചിലരോട് സംസാരിക്കുന്നു. കർത്താവ് എന്നോട് ചില കുടുംബങ്ങളോട് പറയാൻ പറയുന്നു. പേടിച്ച് സ്റ്റക്കായി നിൽക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, മുമ്പോട്ട് പോകുക, മുമ്പോട്ട് പോകുക, മുമ്പോട്ട് പോകുക. വിശ്വസിക്കുന്നവരാമേൻ പറയുക. കൈ ഉയർത്തിയൊരാമേൻ പറയുക. അടുത്തിരിക്കുന്ന ഒരാളുടെ കയ്യിലൊന്ന് പിടിച്ചാട്ടെ, ഒരാളുടെ കയ്യിലൊന്ന് പിടിച്ചാട്ടെ. അമേൻ, ഒന്ന് പിടിച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. ഈ മല കണ്ട് പേടിച്ച് വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാനല്ല. ഈ മല നിന്റെ തകർച്ചയല്ല, ഈ മല നിന്റെ ഉയർച്ചയാണ്. നിന്റെ മേൽ പേര് വരുന്ന രാത്രിയാണ്. നിനക്ക് പുതിയ ലേബൽ നിന്റെ തലയ്ക്ക് മുകളിൽ വീഴുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് കോർത്ത് പിടിച്ചിട്ട് പറ, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് നടക്കാമെന്ന് പറ. പ്രവചനാത്മാവ് പറ, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് നടക്കാം. ഒന്നടുത്തിരിക്കുന്നവർ പ്രാർത്ഥിച്ച്. കർത്താവ് ചിലരോട് പറയുന്നു, ഒരുമിച്ച് മുമ്പോട്ട് നടക്കുക. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ആ വാക്ക് കൂടെ കേട്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. തണ്ട് ഞാൻ ആ ദൂരെ നിന്ന് ഈ മോനെ കാണുന്നത് പോലെ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് അബ്രഹാം കണ്ടല്ലേ? ഇല്ലേച്ചാ? അതെന്തുമായിരിക്കും? ചിന്തിച്ചേ. ആ സ്ഥലം എന്തുമായിരിക്കും? തകർച്ചയുടെ സ്ഥലം. ഞാൻ സാറിന്റെ അടുത്ത് എന്തോ പോയി പറയും, നാട്ടുകാരുടെ അടുത്ത് എന്തോ പറയും. പക്ഷെ മുമ്പോട്ട് നടക്കുക. ഞാൻ ചിലർ മോനേടാ ദൈവസ മുമ്പോട്ട് നടക്കണം, മുമ്പോട്ട് നടക്കണം. ഈ ക്രൂശിലേക്ക് തെള്ളുന്നൊരു ശക്തിയുണ്ട്. ആ ക്രൂശിനെ യേശു കണ്ടതിനേക്കാൾ യേശു കണ്ടത് യേശുവിന്റെ ഉയർപ്പാണ്. ക്രൂശീകരണം 3 ദിവസമേ ഉള്ളൂ. അവൻ ഉയർത്താൽ അനേകം പേരെ
തേജസ്സിലേക്ക് ഉയർത്താൻ കഴിയും. ഒരാമയും പറയുവാണെങ്കിൽ, അബ്രഹാമേ, നീ ആ മലമുകളിൽ കയറി അത് ചെയ്തിറങ്ങിയാൽ അനേകം പേരുടെ മുമ്പിൽ നീ വിശ്വാസിയുടെ പിതാവായി തല ഉയർത്തി നിനക്ക് നിർത്താൻ കഴിയും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നത്തെ സ്ട്രഗിളുകൾ അനേകർക്ക് അനുഗ്രഹമാവും. ഒരാമയും കേട്ടു, രണ്ടാമയും കേട്ടു. കേൾക്കാമെങ്കിൽ കൈ ഉയർത്തി ഒരാമയും പറ. ഇന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ ഞെരുക്കങ്ങളും അനേകർക്കൊരു അനുഗ്രഹമാകാൻ പോവുക. കൈ ഉയർത്തി നന്നായി ശബ്ദം ഉയർത്തി ഒരാമയും പറഞ്ഞാട്ടെ. വാ തുറന്നൊരാമയും പറഞ്ഞാട്ടെ. അവരങ്ങളെ തുറന്നൊരാമയും പറഞ്ഞാട്ടെ. പ്രാർത്ഥിച്ച് ഈ വാക്ക് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങൾ സഹോദരിമാരെ എന്നെ നോക്കി, സഹോദരങ്ങളെ എന്നെ നോക്കി. ദൂരത്ത് നിന്ന് അവൻ കണ്ടു. ഞാൻ വല്ലതായിരുന്നു അത് കണ്ടാലും കാണാത്ത പോലെ ശ്രദ്ധിക്കാൻ നടക്കും. എന്നിട്ട് ഞാൻ പറയും, ബിനോയ് പാസ്റ്റർ എൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റണേ. കാരണം അത് ശ്രദ്ധിച്ചാൽ എൻ്റെ അകത്ത് ഭയം കയറും, പേടി കയറും. എൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റണേ. പക്ഷേ പിന്നീടുള്ള അടുത്ത ഒരു ദിവസത്തെ യാത്ര മുഴുവനും ആ മലമുകൾ കണ്ട് തന്നെയാണ്. അവിടെ ആ മലമുകൾ കാണുമ്പോഴെല്ലാം അവിശ്വാസം വരാം, ഓപ്ഷൻ എടുക്കാം. പക്ഷെ അബ്രഹാം ഒന്നും ചെയ്തില്ല, മുമ്പോട്ട് നടന്നു. ഞാൻ സഭയോട് പറയാം, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയാം. ആർക്കാ ഈ ദൂത് ബലമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുമ്പോട്ട് നടക്കുക, പേടിക്കില്ല. ഒരു പിശാച് നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഒരു മന്ത്രവാദി നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഒരിരുട്ടിൻ്റെ വ്യാപാരം നിന്നെ ഒന്നും തൊടത്തില്ല, രോഗശക്തികൾ നിന്നെ തകർക്കത്തില്ല. വിശ്വസിക്കുന്നവരാമയും പറയുക. മരണവ്യാപാരം നിന്നെ തൊടത്തില്ല. ഈ പകൽക്കാലം ഞാൻ ഈ വാക്ക് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. മുമ്പോട്ട് നടക്കുക. ആ സമയത്തിന് അവനെ മുമ്പോട്ട് നടത്താൻ പ്രേരിപ്പിച്ച വാക്ക്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ഈ ചാമ്പലിനകത്തുനിന്ന് എനിക്ക് തലമുറകളെ തരുവാൻ എൻ്റെ ദൈവം ശക്തനെന്നും അവൻ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ചെയ്തു. ഇന്ന് രാവിലെ അവിശ്വാസത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് കൈകളൊന്ന് ഉയർത്തി പറ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആധിപത്യം അവന്റെ തോളിൽ. അവന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഞാൻ ഈ വാക്കിനെ പ്രവചനാത്മാവ് വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്നവരാമയും പറയുക. ഈ പകൽ തൊട്ടൊരു അത്ഭുതം കാണാൻ റെഡിയായിക്കോ. ഒരത്ഭുതം, ഒരു ദൈവപ്രവൃത്തിയെ കാണാൻ റെഡിയായിക്കോ. വിശ്വസിക്കുന്നവർ എങ്ങനെങ്കിലും ഒന്ന് പ്രതികരിച്ച്, അടുത്ത 1 മിനിറ്റ് എങ്ങനെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച്, എഴുന്നേറ്റ് നിന്നോ, കൈ അടിച്ചോ, കൈ ഉയർത്തിയോ, ശബ്ദമുയർത്തിയോ, എങ്ങനെങ്കിലും ഈ ദൂതനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്നോണം. കൈ അടിക്കാൻ പറ്റുന്നവർ കൈ അടിച്ചോണം. കൈ ഉയർത്താൻ പറ്റുന്നവർ കൈ ഒന്ന് ഉയർത്തി പിടിച്ചു നിന്നോണം. ഞാന് കൈ ഒന്ന് ഉയർത്തി പിടിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഈ മല നിന്നെ പേടിപ്പിക്കുന്നുണ്ടോ? ഈ മോറിയ മല നിന്നെ പേടിപ്പിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്നത്തെ പ്രശ്നം നിന്നെ പേടിപ്പിക്കുന്നോ? കൈ ഉയർത്തി പിടിച്ചോ. അത് വലിയ ഉയർച്ചയുടെ സ്ഥലമാണെന്ന് ആത്മാവിൽ ഞാൻ കാണുന്നു. വാ, നെവർ എവർ. ഞാൻ എങ്ങും പറയാത്ത വാക്കുകളാണ് ഇവിടെ പറയുന്നത്. എന്തോ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ തിരിക്കുന്നു. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചോ, കൈകൾ ഉയർത്തിപ്പിടിച്ചോ. ഓ അത്ഭുതം, 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 അത്ഭുതം. കൈ ഉയർത്തി എന്ന് പറഞ്ഞേ. ആ മലമുകള് എൻ്റെ കൊച്ചിൻ്റെ രക്തം വീഴുന്ന സ്ഥലമല്ല. ആ മലമുകൾ എനിക്ക് പുതിയ പേരിടുന്ന സ്ഥലമാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന പേരിലേക്ക് ഞാൻ കേറുന്ന. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.
മസ്മിതേരിയ. ഇന്ന് ഭയന്നു വന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. ഒരു ദൈവദാസൻ എന്ന നിലയിലും ഈ ദൂത് ഞാൻ വീട്ടിൽ നിന്ന് എഴുതുമ്പോൾ വായിക്കുമ്പോൾ സംസാരിക്കാത്തതായ 100 കണക്കിന് വാക്കുകൾ എൻ്റെ ഹൃദയത്തിലോട്ട് കയറിപ്പോയി. എനിക്കറിയാം ഈ വാക്കിനകത്ത് യേശുവുണ്ട്. അവന് ചിലത് ചെയ്യാൻ കഴിയും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആ ബ്ലൂ റീസ്മാനസേരിയ ആൻറ്റി ഒന്ന് തൊട്ടെ, ആൻറ്റി ഒന്ന് തൊട്ടെ. ഫ്രണ്ട് നിൽക്കുന്ന നോ ആൻറ്റി ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഇവിടെ 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 എല്ലാ കൈകളൊന്നും ഉയർത്തിപ്പിടിച്ച് ആൻറ്റി പിടിച്ചു. ചില അത്ഭുതങ്ങൾ ചിലർക്ക് തുറക്കട്ടെ, ചില ദൈവപ്രവൃത്തികൾ തുറക്കട്ടെ. നിങ്ങളിന്ന് കണ്ട് പേടിച്ചത് നിങ്ങളെ തൊടത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ആമേൻ പറയാൻ പറ്റുമോ? നല്ലൊരു ആമേൻ പറയണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഏറ്റവും നല്ലത് പറയണം. മോനെ വന്നേ കയറി വന്നേ, നീ വന്നേ മോനെ, ഓടി വാ. നീ വന്നോ? കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. ദൂരത്ത് നിന്ന് അബ്രഹാം കണ്ടു. രാമൻ പറഞ്ഞാട്ടെ, ദൂരത്ത് നിന്ന് അബ്രഹാം കണ്ടു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. തൻ്റെ കൂടെയുള്ള ദാസന്മാരത്ത് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ കേട്ടോ, ഇവിടെ നിന്നോ, ഞാനും ബാലനും കൂടെ പോയി യാഗം കഴിച്ചിട്ട് വരാം. ആ വാക്ക് ഓർമ്മയുണ്ടോ മക്കളെ? രണ്ടുപേരും അങ്ങ് പോയടാ, ഒന്ന് പോയേ, താഴോട്ട് നിന്നേ, കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇപ്പൊ ഞാനും ആരുണ്ട്? ബാലനുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ ഈ രണ്ടുപേരും കൂടെ കുന്ന് മലമുകളിൽ കയറിപ്പോയി. ആ ഭാഗങ്ങളെല്ലാം ഞാൻ വിടുന്നു. നീ തിരിച്ചു വരുമ്പോ ഒന്ന് ചിന്തിച്ചേ, ഈ ഇസഹാക്ക് വല്ലോ യാഗം കഴിക്കേണ്ട വന്നാൽ ഇവരുടെ മുമ്പിൽ ഞാൻ എന്തോ പറയും? പറഞ്ഞ വാക്കെന്തോ, ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അടുത്ത് ഞാൻ എന്തോ പറയും? ഇവൻ വല്ലോ നഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞാൻ ഈ ബാല്യക്കാരുടെ അടുത്ത് എന്തോ പറയും? കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്ത് പറയാ ആൻറ്റി? എന്ത് പറയും? എന്ത് പറയാ? എൻ്റെ കൊച്ചിനെ കർത്താവ് എടുത്തു എന്നൊക്കെ പറഞ്ഞു വരാം. പക്ഷെ ചിലപ്പോൾ ഈ ബാല്യക്കാരുടെ മുമ്പിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ വാക്ക് തല കുനിക്കേണ്ടി വരും. പറഞ്ഞ വാക്കിങ്ങനെയാ, ഞാനും ബാലകനും കൂടെ പോയി യാഗം കഴിച്ചിട്ട് തിരിച്ചു വരും. ഒരു ദൂത് പറഞ്ഞ കൈ അടിച്ചോ, ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറയണം. നിന്റെ ബാല്യക്കാരുടെ മുമ്പിൽ നിന്റെ തലയെ ദൈവം താഴ്ത്തത്തില്ല. പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോണം. 1 മിനിറ്റ് ആരാധന കൊടുത്ത് സ്വീകരിച്ചോണം. കർത്താവിനടുത്ത് പറയുന്നു, ഈ പട്ടണത്തിൽ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ചർച്ചക്കാരുടെ മുമ്പിൽ ദൈവം അനുവദിക്കത്തില്ല. ദൈവദാസന്മാരുടെ നടുവിൽ നിന്റെ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൈയടിക്കുവാണെങ്കിൽ നല്ലവണ്ണം അടിച്ച് ആർക്കത് വേണ്ടേ? ആർക്കത് വേണ്ടേ? ദൈവശക്തി വ്യാപരിക്കട്ടെ.